വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വളരെ വിഷമത്തോടുകൂടി മാധ്യമങ്ങളുടെ മുൻപിൽ സംസാരിക്കാനാണ് ഞങ്ങൾ എല്ലാവരും എത്തിയിരിക്കുന്നത്. ഇത് പെട്ടെന്നുള്ളൊരു പത്രസമ്മേളനം ആയതുകൊണ്ടാണ് കുറേയധികം സ്ത്രീകൾക്ക് ഇതിലേക്ക് വരാൻ സാധിക്കാതിരുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് വിളിച്ചു കൂട്ടിയവരായതുകൊണ്ടാണ് ഇത്രയും കുറഞ്ഞ സ്ത്രീകൾ. ഇതിൽ പ്രധാനമായും മെനഞ്ഞാന്ന് വന്ന ഒരു വാർത്ത, ഒരു പെൺകുട്ടി, രോഹിണി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മാധ്യമങ്ങളുടെ മുൻപിൽ വന്ന് മുഖം മറച്ചുകൊണ്ട്, അവരുടെ മുഖം പുറത്ത് കാണിക്കാതെ, അവർ ഞങ്ങൾ 3 പേരെ കുറിച്ച് വളരെ ഗുരുതരമായ ഒരു വിഷയമാണ് നിങ്ങൾ മാധ്യമങ്ങളുടെ മുൻപിൽ അവർ അവതരിപ്പിച്ചത്. അതിൽ ഇവർ 2 പേരും പിന്നെ ഞാനും. അതിനെക്കുറിച്ചാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ഞങ്ങൾ 3 പേരും വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ ഫെഫ്ക എന്ന സംഘടനയിലുള്ള മറ്റ് പല വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന മേക്കപ്പ്, കോസ്റ്റ്യൂംസ്, ഹെയർ ഡ്രസ്സേഴ്സ്, അങ്ങനെ എല്ലാവരും, ഡബ്ബിംഗ്, അങ്ങനെ എല്ലാവരും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്നിവിടെ സംസാരിക്കാൻ വന്നിരിക്കുന്നത്. ആ പെൺകുട്ടി അന്ന് ഞങ്ങൾ 31-ാം തീയതി ഞങ്ങൾ എറണാകുളത്ത് വെച്ച് നടത്തിയ ഫെഫ്കയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളിലെയും സ്ത്രീകളുടെ ഒരു പൊതുയോഗം വിളിച്ചു കൂട്ടിയിരുന്നു. എന്താണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്ന് ചോദിക്കാനാണ് ഞങ്ങളെ വിളിച്ചു കൂട്ടിയത്. സ്വാഭാവികമായി ഏകദേശം 90ഓളം സ്ത്രീകൾ അന്ന് പങ്കെടുത്തിരുന്നു. അതിൽ ഒരു 3 പേർ അവർ വന്നിറങ്ങുമ്പോൾ തന്നെ ആരോടൊപ്പമാണ് വന്നത്, എന്തിനാണ് വന്നത് എന്നുള്ളത് ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. കാരണം ഞങ്ങൾ ഇത് വളരെ ഓപ്പണായിട്ടുള്ളൊരു വിഷയമാകണം എന്നതുകൊണ്ട് തന്നെ 4 ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ആ പൊതുയോഗം ഇവിടെ നടത്തിയത്. ആ പൊതുയോഗത്തിൽ 4 ഭാഗത്തു നിന്നും ക്യാമറ ഓരോരുത്തരെയും ഫോക്കസ് ചെയ്താണ് അത് നടത്തിയത്. അതിൽ ആദ്യം 2 പെൺകുട്ടികൾ വളരെ മുൻധാരണയോടുകൂടി കയറി സംസാരം തുടങ്ങുന്നതിന് മുൻപ് തന്നെ അവർ ഷൗട്ട് ചെയ്യാനാണ് തുടങ്ങിയത്. അതായത് ഈ സംഘടനയെ പൊളിക്കും എന്ന് അർത്ഥം വരുന്ന രീതിയിലാണ് അവർ സംസാരിച്ചു തുടങ്ങിയത്. വളരെ സമചിത്തതയോടുകൂടി എത്രത്തോളം സമാധാനപരമായി നമ്മളത് നേരിടണമോ അത്രത്തോളം സമാധാനപരമായാണ് സംസാരിച്ചത്. പിന്നീട് ഞാൻ സംസാരിക്കാൻ കയറിയപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ, എൻ്റെ ചെറുപ്പകാലത്തിൽ, ഞാൻ 10 വയസ്സിലാണ് ഈ ഇൻഡസ്ട്രിയിൽ വന്ന് കയറുന്നത്. എനിക്ക് 16-ാമത്തെ വയസ്സിലാണ് എനിക്കൊരു ദുരനുഭവം ഉണ്ടായത്. അന്ന് എനിക്കൊരു ദുരനുഭവം ഉണ്ടായപ്പോൾ ഞാൻ അവിടെ വെച്ച് തന്നെ മുഖത്തടിക്കുന്നത് പോലെ പെരുമാറി, എനിക്ക് നിൻ്റെ തൊഴിൽ വേണ്ടടോ എന്ന് പറഞ്ഞ് ഇറങ്ങി വന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ സിനിമയിൽ ഇല്ലാതെ പോയില്ല. അതുപോലെ നമ്മൾ ഓരോരുത്തരും നമുക്കെതിരെ വരുന്ന ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾക്ക്, അത്തരത്തിലുള്ള സംസാരമോ പെരുമാറ്റമോ ഉണ്ടാകുമ്പോൾ അതിശക്തമായി തന്നെ നമ്മൾ നേരിടണം. അങ്ങനെ നേരിടാനുള്ള ഒരു ശക്തി നമുക്കുണ്ടാകണം. കാരണം നമുക്ക് അത്തരത്തിലുള്ള ഒരു പ്രശ്നം എവിടെയും ഉണ്ടാകാം. ട്രെയിനിലുണ്ടാകാം, ബസ്സിലുണ്ടാകാം, തൊഴിലിടങ്ങളിലുണ്ടാകാം, റോഡിൽ ബസ് കാത്തു നിൽക്കുന്നവർക്കും ഉണ്ടാകാം. ആ ഇടത്തെല്ലാം നമ്മളെ ആരോ സംരക്ഷിക്കാൻ വരുമെന്ന് ഒരു സ്ത്രീയും കരുതരുത്. നമ്മളെ സംരക്ഷിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന രീതിയിൽ ഞാൻ സംസാരിക്കുകയും ഒടുവിൽ ഓരോരുത്തരായിട്ട് എഴുന്നേറ്റ് സംസാരിക്കുകയും ചെയ്തുകൊണ്ടാണ് ആ മീറ്റിംഗ് അന്ന് അവിടെ അവസാനിപ്പിച്ചത്. ഈ നിങ്ങളുടെ മുൻപാകെ വന്ന് നിന്ന് സംസാരിച്ച പെൺകുട്ടി അന്ന് ആ മീറ്റിങ്ങിൽ എഴുന്നേറ്റ് നിന്ന് ഒരക്ഷരം മിണ്ടാതെയാണ് വരികയും പോവുകയും ചെയ്തത്. പക്ഷേ പുറത്തിറങ്ങി അവർ നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ വളരെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഒരു വിഷയത്തിൽ ഇപ്പം എനിക്ക് മറ്റൊരാളെ കുറിച്ച് പറയാൻ യാതൊരു അവകാശവുമില്ല. എനിക്കുണ്ടായ ദുരനുഭവം എനിക്ക് വേണമെങ്കിൽ സംസാരിക്കാം. അവർക്കൊരു ദുരനുഭവം ഉണ്ടായി എന്ന് ആ ആളുടെ അസാന്നിധ്യത്തിൽ ഒരിക്കലും സംസാരിക്കാൻ പാടില്ലായിരുന്നു. പക്ഷേ അവർ പേരെടുത്ത് പറഞ്ഞു, ഞാൻ സ്ത്രീ വിരുദ്ധതയാണ് കാണിച്ചത് എന്ന് പറഞ്ഞു. എന്ത് സ്ത്രീ വിരുദ്ധതയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. മാത്രമല്ല, നിങ്ങളെല്ലാവർക്കും അറിയാം, ഇവിടെ മാധ്യമങ്ങളിൽ സ്ത്രീ വിഷയവുമായി എന്ത് ചർച്ചയുണ്ടെങ്കിലും ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നെ ഒരു സ്ത്രീ വിരുദ്ധയായി പ്രഖ്യാപിക്കുകയും
ഈ 2 പെൺകുട്ടികളുടെ മുഖം പേര് അവർ വളരെ വ്യക്തമായി പറയുകയും ചെയ്തു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അവർ മുഖം മറച്ചുകൊണ്ടാണ് സംസാരിച്ചത്. പക്ഷെ ഞങ്ങളെല്ലാം മുഖം കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഒരു വിഷയത്തെ ചൊല്ലി ഞങ്ങൾ 3 പേരെയും മാധ്യമത്തിന് മുൻപിലും സമൂഹത്തിന് മുൻപിലും വളരെ മ്ലേച്ഛമായി അവതരിപ്പിച്ച അവരോടുള്ള ഒരു എതിർപ്പാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നത്. മാത്രമല്ല വളരെ സങ്കടത്തോടു കൂടി പറയാണ്, നിങ്ങൾ മാധ്യമങ്ങൾ ഞങ്ങളുടെയൊക്കെ പേര് പറയുമ്പോൾ എൻ്റെ പേര് പറഞ്ഞു, ഞാൻ സ്ത്രീവിരുദ്ധത പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ 2 പെൺകുട്ടികളെ കുറിച്ച് അവരെന്താണ് പറഞ്ഞത്? അതിൽ സത്യമുണ്ടോ? അത് പറയാൻ പാടുണ്ടോ എന്നും ഈ മാധ്യമങ്ങൾ, പല മാധ്യമങ്ങളും ആലോചിച്ചില്ല. എത്ര ഗുരുതരമായ ഒരു പ്രശ്നമാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. അവരുടെ കുടുംബത്തിൽ, അവരുടെ വീടുകൾ, അവരുടെ അമ്മ, അച്ഛൻ, ഭർത്താവ്, സഹോദരൻ, മക്കൾ എല്ലാവരെയും ബാധിക്കുന്ന രീതിയിലാണ് ആ വാർത്ത എന്ന് പോയിരിക്കുന്നത്. ഇതാണോ ഒരു വാർത്ത കൊണ്ടുവരേണ്ട രീതി? ഇങ്ങനെയാണോ ആ പെൺകുട്ടി പുറത്തു വന്ന് സംസാരിക്കേണ്ടത്? നിങ്ങളൊന്ന് പറയൂ. നിങ്ങളുടെ വീട്ടിലൊക്കെ ഇതേപോലെ സ്ത്രീകൾ ജോലിക്ക് പോകുന്നവരുണ്ട്. ഇവിടെ ദുരനുഭവം ഇല്ലാത്തവരായി ആരും ഉണ്ടാവില്ല എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ ദുരനുഭവം ഒരാൾക്ക് ഇല്ല എന്ന് കരുതി അതിനർത്ഥം എല്ലാവരും ഇങ്ങനെയാണ് ഇവിടെ തൊഴിൽ സമ്പാദിക്കുന്നത് എന്നൊരു അർത്ഥത്തിലാണ് ആ പെൺകുട്ടി സംസാരിക്കുന്നത്. ഞങ്ങൾ ഇതിനെതിരെ അതിശക്തമായി തന്നെ ഞങ്ങൾ പോരാടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കും എന്ന് മാത്രമല്ല, ഞങ്ങൾ പോലീസിലും പരാതി കൊടുക്കും. കാരണം ഒരു സത്യവുമില്ലാത്ത കാര്യം ഞങ്ങളുടെ പേര് സഹിതം, എൻ്റെ ഇതിന് അപ്പുറം ഈ 2 പെൺകുട്ടികളുടെയും പേര് സഹിതം പറഞ്ഞ് അപമാനിച്ചതിന്, അവർ അനുഭവിക്കുന്ന മാനസിക വേദനയ്ക്ക് ഞങ്ങൾ ഇത് നിയമപരമായി തന്നെ നേരിടാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാൻ ഇതാണ്, ഞാൻ ഇവർ 2 പേരോടും സംസാരിക്കാനാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. നിങ്ങൾ സംസാരിച്ചോളൂ. നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് നിങ്ങൾക്ക് പറയാം. എൻ്റെ പേര് സീമ ഹരിദാസ്. ഞാൻ നമ്മുടെ സർക്കാർ യൂണിയൻ്റെ മേക്കപ്പ് ആൻഡ് ഹെയർ സ്റ്റൈൽസ് യൂണിയൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയാണ്. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ മലയാള സിനിമയിൽ ഈ കഴിഞ്ഞ വർഷം തന്നെ 250-ൽ പരം സിനിമകൾ ഷൂട്ട് ചെയ്തു. തൊഴിൽ നിഷേധമാണ് അവർ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ആ 250 സിനിമ ഷൂട്ട് ചെയ്തതിൽ ഒരേ ഒരു സിനിമ മാത്രമേ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളൂ, RDX എന്ന് പറഞ്ഞ ഫിലിം. അല്ലാതെ ബാക്കിയുള്ള പടങ്ങളെല്ലാം ഇപ്പം നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ അത് മേക്കപ്പ് മാൻ്റെ കൂടെ കിടന്നു കൊടുത്തിട്ടാണ് ആ സിനിമ നമുക്ക് കിട്ടണതെന്നാണ് അവർ പബ്ലിക്കായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു പടം ഞാൻ ചെയ്തപ്പോൾ അവർ അതേ സ്ഥാനത്ത് 3-4 സിനിമകൾ വർക്ക് ചെയ്യുകയും, അപ്പോൾ അവരങ്ങനെയാണോ ഈ വർക്കുകൾ പിടിച്ചേക്കുന്നതെന്ന് അവരോട് നിങ്ങൾ ചോദിക്കണം. അതായത് മാധ്യമങ്ങൾ ഞങ്ങളുടെ പേരുകൾ ഞങ്ങളോട് ചോദിക്കാതെ തന്നെയാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അവർ എന്തെങ്കിലും പറയണത് കേട്ടിട്ട് ഒരു വാക്ക് ഞങ്ങളോട് വന്ന് ചോദിക്കണം, ഇതിലെന്താണ് സത്യാവസ്ഥ ഉള്ളതെന്ന് അറിഞ്ഞുകൊണ്ട് വേണം ഞങ്ങളുടെ പേരുകൾ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒരിക്കലും ഇങ്ങനെയൊന്നും മാധ്യമങ്ങളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളോടൊരു വാക്ക് പോലും ചോദിക്കുക, ഇവർ പറയുന്നതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്നൊരു വാക്ക് പോലും ചോദിക്കാതെ ഞങ്ങളുടെ പേരുകൾ എന്തുകൊണ്ടാണ് നിങ്ങൾ പബ്ലിഷ് ചെയ്തതെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളെക്കാൾ കൂടുതൽ സിനിമകൾ വർക്ക് ചെയ്തത് അവരാണ്. എന്നിട്ട് അവർ പറയുന്നത് ഞങ്ങൾ തൊഴിൽ നിഷേധിക്കുന്നു, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളെ മാത്രം വിളിച്ച് വർക്ക് കൊടുക്കുന്നു. ഞാൻ ജോയിൻറ്റ് സെക്രട്ടറി ആയതുകൊണ്ട് ഒരുപാട് ലേഡീസ് എന്നെ വിളിച്ചിട്ട് വർക്കുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഞാൻ പോകാനിരിക്കുന്ന പടങ്ങളിൽ പോലും, അതായത് എനിക്ക് 2 ഷോപ്പുകൾ ഉള്ളത് കൊണ്ട് എനിക്ക് അത്യാവശ്യം സാമ്പത്തികം കിട്ടുന്നുണ്ട്. അപ്പോൾ ഒട്ടും ഏറ്റവും താഴേക്കിടയിലും ഏറ്റവും ദാരിദ്ര്യം അനുഭവിക്കുന്ന സ്ത്രീകളാണ് ഇതിലിപ്പോൾ ഹെയർ സ്റ്റൈലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. അവർ വിളിച്ചിട്ട് എന്നോട് ചോദിക്കും വർക്ക് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പോകുന്ന പടങ്ങൾ പോലും ഞാൻ അവരെ വിടുകയാണ് ചെയ്യണത്. അപ്പോൾ എന്ത് തൊഴിൽ നിഷേധമാണ് ഞങ്ങൾ ചെയ്തതെന്ന് അറിയില്ല. പിന്നെ ഇങ്ങനെ മറ്റുള്ള മേക്കപ്പ്മാരുടെ കൂടെ അങ്ങനെ ചെയ്തിട്ടാണ് പടം കിട്ടുന്നതെങ്കിൽ അവർ ഇത്രയും പടം ചെയ്തത് അങ്ങനെ ചെയ്തിട്ടാണോ എന്ന് നിങ്ങളാണ് ഞങ്ങളോട് പേരുകൾ ചോദിക്കാണ്ട്, അവരോട് ഞങ്ങളോട് എന്താണെന്ന് പോലും ചോദിക്കാണ്ട് നിങ്ങളാണിത് പബ്ലിഷ് ചെയ്തത്. അപ്പം നിങ്ങൾ തന്നെ അതിനുള്ള ഒരു ഉത്തരം ഞങ്ങൾക്ക് തന്നേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങളുടെ ഒരു അഭിമാനം, അതായത് ഞങ്ങളുടെ മാനം, കാരണം ഞങ്ങൾക്ക് കുടുംബമുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, മക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരും ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണോ നിങ്ങൾക്ക് പടം കിട്ടുന്നതെന്നാണ് ഞങ്ങളോട് ഇപ്പോൾ ചോദിക്കുന്നത്.
പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ, ഒന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒരു പബ്ലിഷിൻ്റെ മുന്നിൽ പോകുമ്പോൾ, ഒരു കല്യാണത്തിന് പോകുമ്പോൾ അവിടെയുള്ള ആൾക്കാരെല്ലാം ചോദിക്കണത് എന്താണ് ഇങ്ങനെ പറയണത്, ഇതിലെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ, അങ്ങനെയൊക്കെയാണ് ചോദിക്കണത്. അപ്പോൾ അതിനുള്ള ആൻസർ മാധ്യമങ്ങൾ ഞങ്ങളോട് ഇതിൻ്റെ അതായത് ഒരു നിജസ്ഥിതി ചോദിക്കാതെ മാധ്യമങ്ങൾ ഇത് പുറത്തുവിട്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഉത്തരം മാധ്യമങ്ങളും ഈ പറഞ്ഞ സ്ത്രീകളും ഞങ്ങൾക്ക് തരണം. ഞങ്ങൾ അതിൻ്റെ ഏതറ്റം വരെ പോകാൻ ഞങ്ങൾ തയ്യാറായിട്ടിരിക്കുകയാണ് ഇപ്പോൾ. എൻ്റെ പേര് സ്വീറ്റി റോഷിറ്റ്. ഞാൻ മേക്കപ്പ് ഹെയർ സ്റ്റൈൽസ് യൂണിയൻ്റെ എക്സിക്യൂട്ടീവ് അംഗമാണ്. എനിക്ക് പറയാനുള്ളത്, ആദ്യം മുഖമറച്ചൊരു പെൺകുട്ടി വന്ന് പറഞ്ഞു എല്ലാ ഹെയർ സ്റ്റൈലിസ്റ്റുകളും മേക്കപ്പ്മാർക്ക് ഫേവർ ചെയ്തിട്ടാണ് ജോലി നേടുന്നതെന്ന്. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടില്ല ഇതുവരെ. ആ പെൺകുട്ടി പറഞ്ഞതിൽ എന്ത് വാസ്തവമാണുള്ളത്? ഞാൻ ഈ വർഷം ചെയ്തേക്കുന്നത് 2 പടമാണ് ആകെ. ഈ 2 പടത്തിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർ 5ഉം 6ഉം പടം ചെയ്തിട്ടുണ്ട്. ഈ 5ഉം 6ഉം പടം ചെയ്യുമ്പോൾ അവരും ചെയ്തത് ഇത് തന്നെയാണോ? അതൊന്നും പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് രണ്ടാമതൊരു വാർത്ത വന്നു, ഞങ്ങളുടെ 2 പേരുടെ പേര് വെച്ചിട്ട് ഞങ്ങൾ തൊഴിൽ നിഷേധിച്ചു. ആരുടെ തൊഴിൽ നിഷേധിച്ചു? ഞങ്ങൾ എന്തിനു തൊഴിൽ നിഷേധിക്കുന്നു? ഈ 10-200 ചില്ലാനം പടം ഒരു വർഷം റിലീസായി ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. അതിൽ 2 പടത്തിലാണ് ഞാൻ വർക്ക് ചെയ്തത്. 12 മാസത്തിലാണ്. അതിൽ 2 പടമാണ് ഞാൻ വർക്ക് ചെയ്തേക്കണം. ബാക്കി ഇത്രയും പടം ആര് വർക്ക് ചെയ്തു? ഏതൊക്കെ ഹെയർ സ്റ്റൈലിസ്റ്റുകൾ വർക്ക് ചെയ്തു? ഇതൊന്നും ചോദിക്കാതെ നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ 2 പേരുടെ പേരുകൾ വ്യക്തമായിട്ട് പറഞ്ഞപ്പോൾ നിങ്ങൾ അതെല്ലാം ഷൂട്ട് ചെയ്ത് ഞങ്ങളോടൊരു നിജസ്ഥിതി പോലും ചോദിച്ചിട്ടില്ല. ഞങ്ങളുടെ പേരെടുത്ത് പറയാൻ എന്ത് അവകാശമാണ് നിങ്ങൾക്കുള്ളത്? നിങ്ങളുടെ വീട്ടിലും ഇല്ലേ അമ്മയും പെങ്ങന്മാരും എല്ലാവരും? ഇവരെല്ലാവരും തൊഴിലിൽ പോണതല്ലേ? അപ്പം ഞങ്ങളെ പോലെയുള്ള ആൾക്കാരെ ഇങ്ങനെ ആക്ഷേപിക്കാമോ? ഇത് നിങ്ങളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്ത് പോകാൻ പറ്റണില്ല. ഞങ്ങൾ ഗ്രാമപ്രദേശത്ത് വന്ന ആൾക്കാരാണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സിനിമയിലാണ് വർക്ക് ചെയ്യുന്നത്. ദേ ഇന്ന് നിന്റെ പേര് വന്നല്ലോ, എന്താണ് ഇതിൻ്റെ അവസ്ഥ? ഞങ്ങൾക്ക് ഭർത്താവുണ്ട്, ആങ്ങളമാരുണ്ട്, അവർ പല സ്ഥലങ്ങളും ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്. പല സ്ഥലങ്ങളിൽ സാമൂഹ്യ മേഖലകളിൽ ഇരിക്കുന്ന ആൾക്കാരാണ്, ഉന്നതങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ട് ഞങ്ങളുടെ കുടുംബത്ത്. അപ്പം ഞങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഒരു ആക്ഷേപം വരുമ്പോൾ അവർക്കും കൂടിയാണ് നാണക്കേട്. ഇന്ന് ആത്മഹത്യയുടെ വക്കീലാണ് സത്യത്തിൽ നിൽക്കുന്നത്. പക്ഷേ ആത്മഹത്യ ചെയ്യാതിരിക്കുന്നത് ഞങ്ങളുടെ വീട്ടുകാർക്ക് ഞങ്ങളോടുള്ള വിശ്വാസം കൊണ്ടാണ്, ആത്മവിശ്വാസം. ഒരു കാര്യമുണ്ട്, ബഹുമാനം ഇങ്ങോട്ട് മാത്രമല്ല അങ്ങോട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ബഹുമാനം വാങ്ങിക്കേണ്ടത്, അല്ലാണ്ട് ചോദിച്ചാരുടെ ബഹുമാനം വാങ്ങിക്കാനുള്ളതല്ല. അപ്പോൾ ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ ഈ എല്ലാ ചാനലിലും മാറി മാറി നിങ്ങൾ ഈ അവരുടെ വർത്തമാനം കേട്ട് പറഞ്ഞു. പക്ഷെ ഞങ്ങളോട് ആരോടും നിങ്ങൾ ഒരു വാക്ക് പോലും ചോദിച്ചിട്ടില്ല. ഇത് ഇന്ന കാര്യം പറഞ്ഞ സത്യമാണോ? ഞങ്ങൾ മുഖം മറക്കാണ്ട് വന്നത് സംസാരിക്കുന്നതാണ്. അവർ മുഖം മറച്ച് മുഖംമൂടി അണിഞ്ഞിട്ടാണ് പറയണത്. ഞങ്ങൾക്ക് ആരെയും പേടിക്കാൻ, ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ആരെയും പേടിക്കാനില്ല, ഇനിയോട്ട് പേടിച്ച് ജീവിക്കാനും പോണില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇതിൻ്റെ നിയമവശമായിട്ട് ഏതറ്റം വരെ ഞങ്ങൾ പോകും. മുഖ്യമന്ത്രിക്ക്, വനിതാ കമ്മീഷൻ, എവിടെ വേണമെങ്കിലും ഞങ്ങൾ പെറ്റീഷൻ കൊടുക്കും. ഇതിന് ഈ പറഞ്ഞതിനുള്ള സത്യാവസ്ഥ എന്താണെന്ന് ഈ പെൺകുട്ടി വെളിപ്പെടുത്തണം. ഈ ഹെയർ സ്റ്റൈലിസ്റ്റുമാർ ആർക്ക് ഫേവർ ചെയ്തിട്ടാണ് ഞങ്ങൾ വർക്ക് പിടിക്കണമെന്നുള്ളത് അവർ ഞങ്ങൾ തെളിവ് സഹിതം ഞങ്ങൾക്ക് കൊണ്ടുവന്നതല്ല. മറ്റൊരു കാര്യം പറയാനുള്ളത്, വനിതാ സംഘടനകൾ വനിതകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. അത് ഒരു 2-3 വനിതകളുടെ വാക്ക് കേട്ടിട്ട് ആ സംഘടനകൾ മറ്റുള്ള വനിതകളെ ഇതുവരെ ഞങ്ങളോടൊന്നും ഒരാൾ പോലും, ഈ വനിതാ സംഘടനകളിലെ ഹേമ കമ്മിറ്റിയോ ഏത് കമ്മിറ്റി ആകട്ടെ, ഒരാൾ പോലും നമ്മളോട് വിളിച്ച് ചോദിച്ചിട്ടില്ല ഇതിലെന്തെങ്കിലും നിജസ്ഥിതി ഉണ്ടോ, അല്ലെങ്കിൽ ഇത് അവർ പറയുന്നത് ശരിയാണോ തെറ്റാണോ, ഒന്നും ഇതുവരെ ഓരോ വനിതകളും ഞങ്ങളെ വിളിച്ച് ചോദിച്ചിട്ടില്ല. ഇത്തരം കമ്മിറ്റികൾ നിലനിൽക്കുന്നത് ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ട, അതായത് സിനിമാ മേഖലയിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും താഴെ നിന്ന് വർക്ക് ചെയ്യുന്ന ആളുകളാണ് ഞങ്ങൾ. അവർ വലിയ വലിയ സിനിമാ നടികന്മാരുടെ കാര്യങ്ങളും അതൊക്കെയാണ് അന്വേഷിക്കുന്നത്. അല്ലാതെ ഞങ്ങളുടെ ഒരു കാര്യങ്ങൾ അന്വേഷിക്കാനോ ഞങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇതൊന്നും ഇതുവരെ ചോദിച്ചിട്ട് പോലുമില്ല. അങ്ങനെയുള്ള ആളുകൾ ഇവരുടെ വാക്കുകൾ കേട്ടിട്ട് എന്തിനാണ് ഞങ്ങളിങ്ങനെ ക്രൂശിക്കുന്നതെന്നും കൂടി അറിയാൻ നല്ലൊരു ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക്. അന്നത്തെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇന്ന് നമ്മൾ കേരളത്തിൽ 2 ആഴ്ചയായിട്ട് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചാണ്. ഈ ഹേമ കമ്മിറ്റി എന്തിനാണ് സർക്കാർ രൂപീകരിച്ചത്? സ്ത്രീകൾക്ക് ഈ സിനിമ തൊഴിലിടത്തിൽ എന്തെല്ലാം രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നത് എന്ന് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് അങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ചത്. ആ റിപ്പോർട്ട് പുറത്തു വന്ന അന്നു മുതൽ ഈ സിനിമ ലോകത്തുള്ള സകല സ്ത്രീകളെയും ഒന്നടങ്കം അപമാനിച്ചു കൊണ്ടിരിക്കുകയല്ലേ ഇവിടെ നടക്കുന്നത്. എല്ലാവരും ആരുടെയൊക്കെയോ കൂടെ പോയി കിടന്നിട്ടാണ് ഇവിടെ. എന്താണിത്? ഇതിനായിരുന്നു ആ കമ്മിറ്റി.
അങ്ങനെയാണെങ്കിൽ ആ കമ്മിറ്റി ചെയ്തിരിക്കുന്നത് ഏറ്റവും വലിയ ദ്രോഹമാണ്. നിങ്ങൾക്കറിയോ, ഇതുപോലുള്ള അടിസ്ഥാന വർഗ തൊഴിലാളികൾ, എന്നെ നിങ്ങൾ മാറ്റി നിർത്ത്, ഞാൻ എപ്പോഴും മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് സംസാരിക്കുന്ന ഒരാളാണ്. ഞാനും ഒരു അടിസ്ഥാന വർഗ തൊഴിലാളി തന്നെയാണ്. പക്ഷെ കുറെ കൂടെ ആളുകൾക്ക് അറിയാവുന്നത് കൊണ്ട് എന്നെ നിങ്ങൾ അങ്ങനെ അംഗീകരിക്കില്ല. ഇവരാരെങ്കിലും നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങൾ വലിയ നടീനടന്മാരെ മാത്രമല്ല ഇവിടെ കണ്ടിട്ടുള്ളൂ. ഇവരാരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇനിയും ഇവിടെ വരാനിരിക്കുന്നു ഒരുപാട് സ്ത്രീകൾ. പലർക്കും നാണക്കേടാണ്. കാരണം ഇവിടെ വന്ന് നിൽക്കുമ്പോൾ എന്നെയും പീഡിപ്പിക്കപ്പെട്ടവരായിട്ടാണോ മാധ്യമങ്ങൾ പുറത്ത് കാണിക്കുക എന്ന ഭയമുണ്ട് പലർക്കും. നിങ്ങളെയാണ് ഇന്ന് ഭയപ്പെടുന്നത് സിനിമയിലെ സ്ത്രീകൾ. വളരെ സങ്കടത്തോടു കൂടി പറയുകയാണ്. ആർക്കൊക്കെയോ ഇത് മുഴുവനും ഇല്ലാതെയാക്കാൻ വേണ്ടി. ഞാൻ ചോദിക്കട്ടെ, ഒരല്പമെങ്കിലും ഒരു മനസാക്ഷി എന്നൊന്നും ഉണ്ടായിരുന്നെങ്കിൽ ആ പെൺകുട്ടികളെ അവിടെ കൊണ്ടുവന്ന് ഇറക്കിയതും തിരിച്ച് കാറിൽ കയറ്റി കൊണ്ടുപോകുന്ന വിഷ്വലുണ്ട് ഞങ്ങളുടെ കയ്യിൽ. വിഷ്വലുണ്ട്. ആ വിഷ്വൽ ഡിജിറ്റൽ തെളിവ് സഹിതമാണ് ഞങ്ങൾ മുഖ്യമന്ത്രിക്കും ഞങ്ങൾ പോലീസിനും വനിതാ കമ്മീഷനും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ വിഷ്വലിൽ വ്യക്തമായിട്ട് കാണുന്നുണ്ട് അവർ എവിടെ നിന്ന് വന്നവരാണ് എന്ന്. അവരാണത്രേ സിനിമയിലെ സ്ത്രീകളെ സംരക്ഷിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. ഇതാണോ സംരക്ഷിക്കുന്ന രീതി? ഇങ്ങനെയാണോ സ്ത്രീകളെ സംരക്ഷിക്കേണ്ടത്? അപമാനിച്ചുകൊണ്ട് സമൂഹത്തിന് മുൻപിൽ, കുടുംബത്തിനുള്ളിൽ അവർ അനുഭവിക്കുന്ന വേദന നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? അവരെന്നോട് ഇന്ന് രാവിലെ ചോദിക്കുക, ഞങ്ങളുടെ ഇടയിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ആത്മഹത്യ ചെയ്താൽ ഈ മാധ്യമങ്ങൾ അതിന് ഉത്തരം പറയുമോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഉത്തരം പറയാൻ പറ്റുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് തന്നെ നന്നായിട്ടറിയാം അങ്ങനെയുള്ള പേരുകൾ പുറത്തുവിടാൻ പാടില്ല. ആ പേര് പറയുന്നിടം സൈലന്റ് ആക്കണമെന്നും ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ടറിയാം. ഒരു തെറ്റും ചെയ്യാതെ അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗമാണ് ഇവരെല്ലാവരും. അവർ അതുകൊണ്ടാണ് മുഖം കാണിച്ച് സംസാരിക്കാൻ തയ്യാറായി വന്നിരിക്കുന്നത്. ഒരുപാട് ഇത്രയും രോഷം വരുന്ന എന്തുകൊണ്ടാണെന്നറിയാമോ? വേദനയാണ്, സ്ത്രീകൾക്കുണ്ടാകുന്ന വേദനയാണ്. ഇവരോട് ആദ്യമേ ഞങ്ങൾ ഇവിടെ വന്ന് നിങ്ങൾ ഒരിക്കലും കരയരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തുന്നത്. നിങ്ങൾക്കറിയാമോ? ഞങ്ങൾക്കെല്ലാവർക്കും നല്ല ശബ്ദവുമുണ്ട്, ഞങ്ങൾക്കെല്ലാവർക്കും അധ്വാനിച്ച് ജീവിക്കാനുള്ള ചങ്കൂറ്റവുമുണ്ട്. ഞങ്ങൾക്കെല്ലാവർക്കും നേരെ വരുന്ന ഏത് തരത്തിലുള്ള ലൈംഗിക ചൂഷണവും പോട എന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്താനുള്ള ശക്തിയുമുള്ളവരാണ്. ഞങ്ങളാരും ഇങ്ങനെ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് അവൾ അങ്ങനെയാണ് ഇവളെങ്ങനെയാണ് എന്ന് പറയുന്ന സ്ത്രീകളല്ല. ദയവ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കണം. ഇനിയെങ്കിലും അത്തരക്കാരുടെ വ്യാജ വാർത്തകൾക്ക് പിന്നാലെ പോകാതിരിക്കുക. ദയവ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന വാർത്തകൾ സത്യസന്ധമായ വാർത്തയാണോ എന്നൊന്ന് പരിശോധിച്ചിട്ട് അത് പുറത്തുവിടാനുള്ള ഒരു മാധ്യമ ധാർമ്മിക ഉത്തരവാദിത്വം നിങ്ങൾ എല്ലാവരും കാണിക്കണം എന്ന് പറയാൻ വേണ്ടിയാണ് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയത്. ഈ ചേച്ചി പറഞ്ഞതുപോലെ ഇപ്പൊ പറഞ്ഞല്ലോ, അവിടെ കൊണ്ടേ ഇറക്കി വിട്ട ആളിനെ കുറിച്ച് പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നു, ഡിജിറ്റൽ വിഷ്വൽ വരെ മുഖ്യമന്ത്രി വരെ പറയും. ഇപ്പൊ മാധ്യമങ്ങൾ നിങ്ങൾ കുറ്റം പറയുന്നത്, മാധ്യമങ്ങൾ ശരി തെറ്റാണെന്ന് അംഗീകരിച്ചുകൊണ്ട് കുറ്റം പറയും. ആ മാധ്യമങ്ങൾ തന്നെ ആ ഡിജിറ്റൽ വിഷ്വൽ പുറത്തു കൊടുത്തേ, അതിനെ നിൽക്കും വേണ്ടത്. അതാണ് ഏറ്റവും തെളിവായിട്ട് വേണ്ടത്. തെളിവ് തരാൻ തയ്യാറാണ്. അത് ഞങ്ങൾ ആദ്യം പരാതി കൊടുക്കേണ്ട സ്ഥലത്ത് പരാതി കൊടുത്തതിന് ശേഷം മാത്രമേ ഞങ്ങൾ മാധ്യമത്തിന് വിടൂ. ആ വിഷ്വൽ തരും. ഇതിനൊരു വലിയൊരു കൂട്ടായ്മയാണോ ഈ സ്ത്രീകൾക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? അതെ, സ്ത്രീകളുടെ കൂട്ടായ്മ. സ്ത്രീകളുടെ കൂട്ടായ്മ. അതിനൊത്ത് ചില പുരുഷന്മാരും അവരോടൊപ്പം നിൽക്കുന്നുണ്ട്. അവരുടെ യഥാർത്ഥ ഉദ്ദേശം തന്നെ ഇവിടെയുള്ള സംഘടനകളെ പൊളിക്കുക എന്നുള്ളതാണ്. അതിന് ഞങ്ങൾ ആരും കൂട്ടു നിൽക്കില്ല. ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ അധ്വാനിക്കുന്ന അടിസ്ഥാന വർഗ തൊഴിലാളികളാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് ആരോട് വേണമെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാം. ഇവിടെ ഉള്ളവരെല്ലാവരും തന്നെ ഓരോരുത്തരടുത്തും വ്യക്തിപരമായി സംസാരിച്ച ഒരാളാണ്. ഈ WCC എന്നൊരു സ്ത്രീകളുടെ കൂട്ടായ്മ WCC ആണ് ഇവിടെ ആദ്യം ഉണ്ടായത്. ആ WCC തന്നെയാണെന്ന് പറയാൻ പറ്റുന്നുണ്ടോ അതോ വേറെ കൂട്ടായ്മയാണോ? ഞങ്ങൾ അത് വ്യക്തമായിട്ട് പിന്നീട് സംസാരിക്കും. 15 വർഷമായി ഞാൻ സിനിമയിൽ വർക്ക് ചെയ്യുന്നു. ഇന്ന് വരെ എൻ്റെ കൂടെ മേക്കപ്പ് അസിസ്റ്റൻസ് ഉണ്ട്, മേക്കപ്പ് മാൻമാരുണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്ന് വരെ ഒരാൾ പോലും ഒന്നങ്ങോട്ട് മാറി നിൽക്കെന്ന് പറയാനുള്ള ഒരിട ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അവരെല്ലാവരും എന്നെ സ്വന്തം സഹോദരിയെ പോലെയാണ് കാണുന്നത് എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്.
ഇതുവരെ ഒരു മോശം വാക്കോ മോശം പ്രവൃത്തിയോ ഉണ്ടായിട്ടില്ല. കാരണം നമ്മൾ എങ്ങനെയാണോ അങ്ങോട്ട് നിൽക്കുന്നത് അത് തന്നെ നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ. അല്ലാണ്ട് ഒരിക്കലും നമ്മൾ മോശമായിട്ട് നടന്നാൽ അവരും തിരിച്ച് മോശമായിട്ട് നമ്മളോട് പ്രതികരിക്കുകയുള്ളൂ. എനിക്ക് ഫെഫ്കയിൽ 100% വിശ്വാസമാണ്. കാരണം അവിടെയുള്ള തൊഴിലാളികൾ എല്ലാവരും തന്നെ എന്നെ ഒരു സഹോദരിയായിട്ടാണ് കാണുന്നത് എന്നെനിക്ക് 100% വിശ്വാസമുണ്ട് ഫെഫ്കയുടെ തൊഴിലാളികളെ. അപ്പോൾ ഇവർ പറഞ്ഞ വാക്കുകൾ ഒരിക്കലും ഞങ്ങൾ അംഗീകരിച്ച് തരില്ല, ഒരിക്കലും തരാൻ പറ്റില്ല. കാരണം ഞങ്ങളുടെ സഹോദരങ്ങളെ കൂട്ടിയാണ് ഞങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നമ്മളുടെ വീട്ടുകാരെ പോലെ തന്നെ ഇവരും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. കാരണം 10, 40, 50 ദിവസങ്ങളാണ് നമ്മൾ കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കുന്നത്. അപ്പൊ ഇവരെ കൂടി അത്രയും വിശ്വാസമുള്ളത് കൊണ്ടാണ് നമ്മൾ ഇവരുടെ കൂടെ നിന്ന് ജോലി എടുക്കുന്നത്. അത് അവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇത്രയും ഞാൻ പറയുന്നത് അത്രയും നമുക്ക് അവരുടെ വാക്കുകളിൽ, അതായത് നമ്മുടെ കുടുംബത്തിന് എല്ലാവർക്കും നമ്മളെ വിശ്വാസമാണ്. പക്ഷെ പുറത്തുള്ള ജനങ്ങളെ ഒന്നും നമുക്ക് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പറ്റില്ല. സിനിമയാണ്, നമ്മൾ പോകുന്നത് ചിലപ്പോൾ രാത്രി പോകും, വെളുപ്പിന് വരും, അങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോണത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ അതിനുള്ള ഒരു തീരുമാനം നിങ്ങൾ ഞങ്ങൾക്ക് എടുത്തു തരണം. എന്തുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളോടൊരു വാക്ക് ചോദിക്കാതെ മറ്റു ചില വ്യക്തികൾ പറയുന്നത് കേട്ട് ഇത്രയും പബ്ലിഷ് ചെയ്തത് എന്തിനാണ്, ഞങ്ങളുടെ പേരുകളൊക്കെ എന്തിനാ വെളിപ്പെടുത്തിയതെന്ന് മീഡിയ ഞങ്ങളോട് പറയണം. അത് ഞങ്ങൾ കൊടുക്കേണ്ട സ്ഥലത്ത് വ്യക്തമായി ഏതൊക്കെ മാധ്യമങ്ങളിലാണ് ഈ വാർത്തകൾ വന്നത് എന്ന് സഹിതം ഞങ്ങൾക്ക് അത്രയാണ്. ഞാനൊരു 8 വർഷമായിട്ട് സിനിമയിൽ ജോലി ചെയ്യണം. നമ്മളൊരു സെറ്റിലേക്ക് ചെല്ലുമ്പോൾ അവിടെ എന്ത് പ്രശ്നം ഉണ്ടാക്കാം എന്ന് കരുതിയല്ല നമ്മളവിടെ ചെല്ലേണ്ടത്. നമ്മളവിടെ ചെല്ലുമ്പോൾ നമ്മളുടെ ആ സെറ്റ് എങ്ങനെ നമ്മുടെ സ്വന്തമാക്കാം എന്ന് വിചാരിച്ചാണ് നമ്മൾ അവിടെ ചെയ്യേണ്ടത്. അല്ലാണ്ട് വൈരാഗ്യ ബുദ്ധിയോടുകൂടി അവിടെ ചെന്ന് അവിടെയുള്ള മേക്കപ്പ് അസിസ്റ്റന്റിനോടും മറ്റുള്ളവരോടും മറിച്ചവരോടും മെക്കിട്ട് കയറി വർത്താനം പറഞ്ഞ് അതല്ല ചെയ്യേണ്ടത്. അവർ പറയുന്ന ഹെയർ സ്റ്റൈല് അല്ലെങ്കിൽ അവർ പറയുന്നത് എന്താണോ അത് ചെയ്ത് കൊടുത്ത് അവരെ സന്തോഷകരമായിട്ടൊരു കുടുംബം പോലെ ആയിട്ടാണ് ഞങ്ങൾ ഓരോരുത്തരും സെറ്റിൽ നിന്ന് തിരിച്ചു പോകുന്നത്. ഒരു പ്രാവശ്യം ഞങ്ങൾ 30 ദിവസം, ചിലപ്പോൾ 40 ദിവസം, ചിലപ്പോൾ 50 ദിവസം, ചിലപ്പോൾ അതിൽ കൂടുതലും ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പോകാറുണ്ട്. ഇങ്ങനെയുള്ളൊരു വാർത്ത വരുമ്പോൾ തിരിച്ചെന്ത് വിശ്വസിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് കയറി ചെല്ലണം? ഞങ്ങളുടെ ഭർത്താക്കന്മാരോട് ഞങ്ങൾ എന്ത് പറയണം? ഇങ്ങനെയുള്ള വാർത്തകൾ വരും, ഞങ്ങളുടെ പേര് സഹിതം വെച്ച് പറഞ്ഞു കഴിയുമ്പോൾ എങ്ങനെ ഞങ്ങൾ കയറി ചെല്ലും? ഒരു മരണ വീട്ടിൽ ഞങ്ങൾക്ക് പോകാൻ പറ്റണില്ല. എന്താണ് അവസ്ഥ? അപ്പം ഞങ്ങൾക്ക് ഉത്തരം തരേണ്ട ബാധ്യത നിങ്ങൾക്കും ഉണ്ട്. ഈ പെൺകുട്ടി ആരാണെന്നുള്ളത് നിങ്ങൾക്ക് വെളിച്ചത്ത് കൊണ്ടുവരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്ന ആ പെൺകുട്ടിനോട് നിങ്ങൾക്ക് ചോദിക്കാം. ഇതിൻ്റെ അടിസ്ഥാനം ഞങ്ങൾക്ക് തെളിവ് തന്നെ. ഇപ്പം ഞങ്ങൾ ഓരോരുത്തരും ചോദിക്കണേ, ഞങ്ങൾക്ക് തെളിവ് തന്നേ പറ്റൂ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഓരോരുത്തരും വിളിച്ച് ഞങ്ങളോട് പറയണേ പുറത്തിറങ്ങാൻ പറ്റണില്ല, ആത്മഹത്യയുടെ വക്കീലാണ്. ഞങ്ങൾ അവരെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യണത്. ഈ ഇരിക്കുന്ന ഓരോ വ്യക്തികളോടും ചോദിച്ചാൽ അറിയാൻ പറ്റും. ഞങ്ങൾ അവരെ ചേർത്ത് പിടിച്ചിട്ടാണ്. ഒരു ആത്മഹത്യ പോലും ഇല്ലാത്തത് അതുകൊണ്ടാണ്. അതല്ല എങ്കിൽ ഞങ്ങൾ സത്യത്തിൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്താൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ സംഘടനാ വിശ്വാസമുണ്ട്. ഫെഫ്കയിൽ 100% ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് തീർക്കാനായിട്ട് ഞങ്ങളുടെ സംഘടന ഞങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നുള്ള വിശ്വാസമാണ് ഇന്ന് ഞങ്ങളിവിടെ കൂടിയിരിക്കുന്നത്. നോക്കൂ, 92 സ്ത്രീകളാണ് 31-ാം തീയതി ഫെഫ്ക ബോഡി വിളിച്ചു കൂട്ടിയത്. ഈ 92 പേരിൽ ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളിൽ എത്ര പേർ ഹേമ കമ്മിറ്റിയുടെ മുൻപാകെ പോയി മൊഴി കൊടുത്തിട്ടുണ്ട്? ഞാൻ ഉൾപ്പെടെ 4 സ്ത്രീകളാണ്. ഈ അടിസ്ഥാന വർഗ തൊഴിലാളികളിൽ നിന്ന് 4 സ്ത്രീകളെയാണ് ഹേമ കമ്മിറ്റി വിളിച്ചിരിക്കുന്നത്. ഈ 4 പേരോടും അവർ ചോദിക്കുന്നത്, നിങ്ങൾക്ക് സിനിമയ്ക്കുള്ളിൽ ലൈംഗിക ചൂഷണം ഉണ്ടായിട്ടുണ്ടോ? സിനിമയ്ക്കുള്ളിൽ ലൈംഗിക ചൂഷണം എന്നതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഭക്ഷണത്തിൻ്റെ കാര്യം, തൊഴിൽ വിവേചനം, സാമ്പത്തിക വിവേചനം, അതുപോലെ തന്നെ റൂമിൻ്റെ കാര്യം, യാത്രാ സൗകര്യങ്ങൾ, എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഒന്നും ഹേമ കമ്മിറ്റിക്ക് ചോദിക്കാൻ താല്പര്യമില്ല. അപ്പം അതില്ല എന്ന് പറയുമ്പോൾ അതില്ല എന്ന് ചിലർ പറയും. എനിക്ക് അങ്ങനെ നേരിടേണ്ടി വന്നിട്ടില്ല. അതിനർത്ഥം മറ്റുള്ളവർക്ക് ഇല്ല എന്നതല്ല, സമ്മതിച്ചു. പക്ഷേ അങ്ങനെ സംസാരിക്കുന്നവരെ സ്ത്രീ വിരുദ്ധരായി പ്രഖ്യാപിക്കുക. ഇപ്പം ഞാൻ പറഞ്ഞു, എനിക്കെതിരെ ഇങ്ങനെ ഒരു സംവിധായകൻ എനിക്കെതിരെ വളരെ മോശമായി പെരുമാറിയപ്പോൾ ഞാൻ അതിനെതിരെ ശക്തമായി പ്രതികരിച്ചു. നിങ്ങൾ ഓരോരുത്തരും ഇതുപോലെ തന്നെ പ്രതികരിക്കണം. രാധിക ശരത് കുമാറിൻ്റെ ഒരു പ്രസ്താവന
നമ്മളിവിടെ കത്തിച്ചല്ലോ. ഈ രാധിക ശരത് കുമാർ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം സ്വാധീനമുള്ള ഒരു സ്ത്രീയാണ്. അവരെന്താണ് ചെയ്തത്? അവരെ ഒന്ന് ചെറുതായിട്ടൊന്ന് വിരട്ടിയിട്ട് അവരങ്ങ് പോയി. അവർ പറഞ്ഞതെന്താണ്? മലർന്നു കിടന്ന് തുപ്പണ്ട എന്ന് ഞാൻ കരുതി. ഈ കാര്യമാണ് ഞാൻ അന്ന് 31-ാം തീയതി മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞത്. മലർന്നു കിടന്ന് തുപ്പണ്ട എന്ന് പറയുന്നവർ ഇപ്പോഴും അത് ഏത് സിനിമ സെറ്റെന്നോ ആരുടെ പടമായിരുന്നു എന്നൊന്നും അവർ പറയുന്നില്ല. ഇപ്പോഴും അവർ മലർന്നു കിടന്ന് തന്നെയാണ് തുപ്പുന്നത്. ഞാൻ ചെന്നൈയിലെ ചില മാധ്യമങ്ങൾ അവരോട് ചോദിക്കുന്നു, കേരളത്തിലെ ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന ഒരു സ്ത്രീ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ എന്തുകൊണ്ട് നിയമ നടപടി സ്വീകരിച്ചില്ല എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞാൻ എന്തിനത് ചെയ്യണം? അവരെ സംരക്ഷിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്വമാണ്, എനിക്ക് അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമൊന്നുമില്ല എന്ന് പറയുന്ന സ്ത്രീകളാണ് ഇവിടെ. ഒന്ന് ആലോചിച്ച് നോക്കൂ. പക്ഷെ എനിക്കങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല, ഞങ്ങൾക്കാർക്കും ചിന്തിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇതിൽ ഈ വീഡിയോയുടെ മുമ്പിൽ പേര് പറയാത്തവർ പോലും വന്നിരിക്കുന്നത്. എന്താണെന്നറിയോ? ഒരു പെണ്ണിന് വേദനിച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വേദനിക്കും. ഒരു പെണ്ണിനെതിരെ ഒരു ആരോപണം ഉണ്ടായാൽ ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി അവളോടൊപ്പം നിൽക്കും. അതിനാണ് ഞങ്ങൾ എല്ലാവരും വന്നിരിക്കുന്നത്. നമസ്കാരം, എൻ്റെ പേര് മഞ്ജുഷ രാധാകൃഷ്ണൻ. ഞാൻ കോസ്റ്റ്യൂം ഡിസൈനറാണ്. ഞങ്ങൾ 31-ാം തീയതി നടത്തിയൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ഫെഫ്കയുടെ മീറ്റിംഗ്. അതിൽ ഞങ്ങളൊരു തീരുമാനം, ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി പല വിഭാഗങ്ങളിലുള്ള ആൾക്കാരാണ് ഞങ്ങൾ. ഹെയർ സ്റ്റൈലിസ്റ്റ്, ഡബ്ബിങ്, മേക്കപ്പ് ആർട്ടിസ്റ്റ്, അങ്ങനെ പല വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഞങ്ങൾ എല്ലാവരും. ഞങ്ങൾക്ക് എല്ലാവർക്കും ഫെഫ്കയിലൊരു വിശ്വാസമുണ്ട്. ഞങ്ങൾക്ക് പറയാനുള്ള ഞങ്ങളുടെ യൂണിയനിൽ പറഞ്ഞ് അത് കഴിഞ്ഞ് ഫെഫ്കയിലോട്ട് പോയി കഴിയുമ്പോൾ ഞങ്ങൾക്ക് തീരുമാനങ്ങളും ന്യായങ്ങളും കിട്ടുമെന്നുള്ളത്. അവിടെ ഞങ്ങൾ ആരും മുഖം മറച്ചു വെച്ചിട്ടല്ല ഇരുന്നത്. അന്നും ഞങ്ങൾ അഭിമാനത്തോടെ ഫെഫ്ക യൂണിയനിൽ മെമ്പേഴ്സാണ് എന്ന രീതിയിൽ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാൻ ആൾക്കാർ അവിടെയുണ്ട്. ഞങ്ങൾക്ക് പറയുമ്പോൾ അത് കേട്ടിട്ട് നമുക്കൊരു സൊല്യൂഷൻ തരാനുള്ള ആൾക്കാർ ഞങ്ങൾക്കുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ അവിടെ ഇരുന്ന് പറഞ്ഞ കാര്യങ്ങൾ അത് കഴിഞ്ഞിട്ട് മീഡിയയിലോട്ട് വരുമ്പോൾ പല കഥകളുമായിട്ട് അത് ഞങ്ങളെ ബാധിച്ചോ എന്നുള്ളതല്ല, അവരെ ബാധിച്ചവരുടെ കൂടെ ഐക്യദാർഢ്യത്തോടെ ഞങ്ങൾ നിൽക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. നാളെ ഞങ്ങളും ആയിരിക്കാം അതിനുള്ള വിക്ടിംസ്. മേ ബി അടുത്ത പേരുകൾ ഞങ്ങളുടെ പേരിലും വരാം. പക്ഷെ വരില്ല എന്നുള്ള ഉറപ്പ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞങ്ങൾ ജോലി ചെയ്യുന്ന രീതികൾ എന്നുള്ളത്, ഞങ്ങളുടെ കൂടെ നമ്മൾ വളരുമ്പോൾ കൂടെ ഉള്ളവരെയും വളർത്തുക എന്നുള്ളൊരു കാര്യമുണ്ട്. ഏത് ചീഫ് ടെക്നീഷ്യൻ ആണെങ്കിലും നമ്മളൊരു ഫീമെയിൽ അസിസ്റ്റൻസിനെ വെക്കുവാണെങ്കിലോ മെയിൽ അസിസ്റ്റൻസിനെ വെക്കുവാണെങ്കിൽ നമ്മൾ കൂടുതലും ഇപ്പോഴൊക്കെ നോക്കുന്നത് ഫീമെയിൽ അസിസ്റ്റൻസിനെ കൂടെ ചാൻസസ് കൊടുക്കണം, അവർക്കും വേണം സിനിമയിൽ വരണം എന്നുള്ളതുകൊണ്ട് നമ്മൾ അവരെയും കൂടെ നിർത്തിക്കൊണ്ടാണ് വരുന്നത്. ചിലർക്ക് ഉണ്ടാവും മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാവില്ല. അതുകൊണ്ടുണ്ടാകുന്ന മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. അത് ഞങ്ങൾ അവിടെ തന്നെ തീർക്കുന്ന കാര്യങ്ങളാണ്. അത് മീഡിയയിലോട്ട് വരുമ്പോൾ പല കഥകളും പൊടിപ്പും തൊങ്ങലും വെച്ച് വരുന്നു കഴിയുമ്പോൾ ഈ ഇരിക്കുന്ന ഞങ്ങളെല്ലാം ഇന്ന് ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇനി ഇങ്ങനെ ഒരു കാര്യം വരാണ്ടിരിക്കാനും ഇങ്ങനൊരു ന്യൂസ് പോയിട്ട് ഓരോ വീടുകളിലും ഉള്ള കുട്ടികൾ, അവരുടെയൊക്കെ വീട്ടിലുള്ള കുട്ടികൾ വരയ്ക്കും ചോദിക്കാൻ തുടങ്ങി. എന്താണെന്നറിയോ, അമ്മ ഞങ്ങളുടെ അല്ലേ വരുന്നത്, നിങ്ങളുടെ അല്ലേ വരുന്നത്, ഞങ്ങൾ പോയി ചോദിക്കട്ടെ കാര്യങ്ങളെന്ന്. എന്തായിരിക്കും അവരുടെ ആ കുട്ടികളുടെ മാനസികാവസ്ഥ? അതൊന്നും നമ്മൾ ഇവിടെ നിന്ന് നമുക്ക് മൈക്കിൽ നിന്ന് പറയുമ്പോൾ വളരെ ഈസി ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ അങ്ങനെ അല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ പറയുന്ന ഫേസുകൾ, ഞങ്ങൾ എല്ലാവരും ഇരിക്കുന്നവരെല്ലാവരും ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത്. പേരുകൾ പറഞ്ഞ് അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഏത് മേഖലയിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് എന്നുള്ള അഡ്രസ്സ് ചെയ്തുകൊണ്ട് എല്ലാവർക്കും യൂണിറ്റിയോടെ നാളെ ഞങ്ങൾക്കൊരു പ്രശ്നം വന്നാലും ഇവരെല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും, ഞങ്ങളുടെ ഫെഫ്ക ഞങ്ങളുടെ കൂടെ ഉണ്ടാവും, ഞങ്ങളുടെ യൂണിയനിൽ ഓരോരുത്തരും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇതിനെ എന്താണ് നിങ്ങൾക്ക് കണ്ട് എന്നാണ് സൊല്യൂഷൻ? ഇപ്പം ഈ 2 പേരും ഇരുന്ന് ഭാഗ്യചേച്ചിയുടെ കൂടെ, ഭാഗ്യചേച്ചിയും വന്നുണ്ടായിരുന്നു, ഭാഗ്യചേച്ചി 3 പേരുടെ പേരും പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താണ് ഇവർക്ക് കിട്ടിയതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് വന്നത്. മീറ്റിങ്ങിൽ ഇവരെല്ലാവരും വിളിച്ചപ്പോൾ യെസ് ഞങ്ങൾക്ക് എല്ലാവർക്കും ജോലിയുള്ള ആൾക്കാരാണ്, അത് വിട്ടിട്ട് ഞങ്ങൾ ഇവിടെ വന്നതും അതുകൊണ്ടാണ്. ഞങ്ങളും ഇരിക്കാം, ഞങ്ങളും സംസാരിക്കാം, തുറന്നു പറയാം എന്ന്. മാഡം അതിൽ നിന്ന് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഈ പറഞ്ഞല്ലോ ഈ ഒന്നാമത് ബുദ്ധിമുട്ട് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ സ്വന്തം മക്കൾ പോരുന്നത് ഇതേ പ്രശ്നം തന്നെ അല്ല ഈ മെയിൽസിന് ആരോപിക്കപ്പെടുന്ന, തെളിവുകളില്ലാതെ ആരോപിക്കപ്പെടുന്ന മെയിൽസിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അവരുണ്ടാക്കിയെടുത്ത കരിയർ, അവരുടെ ഭാവി, അവരുടെ ഡിഗ്നിറ്റി, ഇതെല്ലാം ചോദിച്ചിട്ടാവുകയാണ്. ഞാൻ പറയട്ടെ, ഏത് സ്ത്രീക്കാണ് ഒരു സ്ത്രീക്ക് അവർക്ക് അവിടെ ഉണ്ടാവുന്ന ഒരു പ്രശ്നം, അവരെ ആരെങ്കിലും വന്ന് മോശമായി എന്താ പറയുക വന്ന് എന്തെങ്കിലും ചെയ്യാൻ വന്നു എന്ന് പറയുമ്പോൾ അപ്പം തന്നെ റിയാക്ട് ചെയ്യാനുള്ള ശക്തി സ്ത്രീകൾക്കുണ്ട്. സ്ത്രീകൾക്ക് റിയാക്ട് ചെയ്യാം. അത് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് മേ ബി അവരുടെ മാനസികാവസ്ഥ അപ്പം അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഫ്രണ്ടിനോട് പറയാം, നമ്മുടെ ഒരു കൂടെയുള്ള കോവർക്കേഴ്സിനോടോ കൊളീഗ്സിനോടോ അത് പറയാം. അത് പറയാത്ത പക്ഷം നമ്മൾ മൈക്ക് എടുത്ത് 2 വർഷം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞ് അതിനെപ്പറ്റി പറയുമ്പോൾ, ഇപ്പം ഞാനിതിങ്ങനെ പറയുമ്പോൾ ഞാൻ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഫീമെയിൽ ആയിട്ട് എന്നെ ചിത്രീകരിക്കാം. നിങ്ങൾക്കൊക്കെ യുനോ ഒരു നല്ലൊരു
ഫെമിനിസ്റ്റ് അല്ല എന്ന രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചിത്രീകരിക്കാം. ഞാൻ ചിന്തിക്കുന്ന രീതിയാണ് ഞാൻ പറയുന്നത്. എന്നെ പുറത്തേക്കും എനിക്കൊരു പ്രശ്നമുണ്ടായാൽ, എന്നോട് ആരെങ്കിലും മോശമായി പെരുമാറാൻ ശ്രമിച്ചാൽ, ഞാൻ ആ സമയം തന്നെ ഞാൻ അതിന് മറുപടി എൻ്റെ രീതിയിൽ ഞാൻ കൊടുത്തിരിക്കും. ബിക്കോസ് എനിക്കറിയാം എൻ്റെ സർക്കിൾ എവിടെയാണ് ഇടേണ്ടതെന്നും ആ സർക്കിളിനകത്ത് ഞാൻ ആരെ കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളത് വളരെ വ്യക്തതയുള്ളൊരു പേഴ്സണാണ്. അതുപോലെ തന്നെയാണ് എല്ലാ സ്ത്രീകളും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഈ വരുന്ന ആരോപണങ്ങൾ വരുമ്പോൾ രണ്ട് സൈഡിൽ നിന്നും വരും, അങ്ങോട്ടും ഇങ്ങോട്ടും. അതിൻ്റെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ നോക്കാനും എടുക്കാനും ഒക്കെ ഉള്ളവർ ഇരുന്ന് ചെയ്തോട്ടെ. അതേ ഞാൻ പറയുള്ളൂ. എന്ത് പറഞ്ഞാലും ഇങ്ങനൊരു ഫേക്ക് ന്യൂസസോ ഫേക്ക് കാര്യങ്ങൾ വരുമ്പോൾ എല്ലാ രീതിയിലും എല്ലാ തരത്തിലും എല്ലാ ഫാമിലീസും എഫക്റ്റ് ആകും. അത് ഈ ചെയ്യുന്ന ആൾക്കാരൊന്ന് ചിന്തിച്ചാൽ വളരെ നല്ലത്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞില്ലേ മെയിൽസ് ആണെങ്കിലും എഫക്റ്റ് ആകുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇരിക്കുന്ന 2 വിക്ടിംസ് എന്ന് പറയുമ്പോൾ ഫീമെയിൽസ് ആണ്. ഇവരും അതുപോലെ തന്നെ എഫക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതുപോലെ തന്നെ അവരും എഫക്റ്റ് ആവുന്നുണ്ടാവും. അത് ഈ ചെയ്യുന്നവർ ആരാണെങ്കിലും അത് അവർ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. നോക്കൂ, ഇപ്പോൾ വെറുതെ പറയുന്ന, അതായത് ആർക്കൊക്കെയോ വ്യക്തിവിരോധം തീർക്കാനും കൂടി പലരും ഈ ഒരു സമയം മാക്സിമം ഉപയോഗിക്കുന്നുണ്ട് എന്നുകൂടെ. അതാണ് ഇപ്പോൾ താങ്കൾ ചോദിച്ചത്. അതിൽ ഇന്നസെൻ്റ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവില്ലേ? അതവർ തീർച്ചയായിട്ടും അവരിനി എത്ര കാലം ഇത് തെളിയിക്കാൻ വേണ്ടി എടുക്കണം എന്നുള്ളൊരു പ്രസക്തമായൊരു ചോദ്യമാണ് താങ്കൾ ചോദിച്ചത്. അതിനൊക്കെ മറുപടി പറയേണ്ടത് ആ അക്യൂസ്ഡിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നവരും വിക്ടിമിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നവരും. ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇവർക്കുണ്ടായ വേദനയെക്കുറിച്ച് പറയാനാണ്. ഒരു കാര്യം ഞാൻ വീണ്ടും പറയാം. ഇനി ഇതുപോലെ ഏതെങ്കിലും സ്ത്രീകളുടെ പേരെടുത്ത് ആരെങ്കിലും ഇതുപോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിനിമയിലുള്ള സകല സ്ത്രീകളും, അടിസ്ഥാന വർഗ തൊഴിലാളികളായ എല്ലാ സ്ത്രീകളും തെരുവിലിറങ്ങി തന്നെ അതിനു വേണ്ടി പോരാടും. അത് പറയാൻ തന്നെയാണ് ഞങ്ങൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. അങ്ങനെ വെറുതെ ആർക്കും അങ്ങനെ പിന്നെ തോന്നിയ പോലെ പേര് വിളിച്ച് പറയാനൊന്നും അല്ല ഇവിടെ ഞങ്ങൾ സ്ത്രീകൾ കഷ്ടപ്പെടുന്നത്. അത് ദയവ് ഇത് മനസ്സിലാക്കണം. നിങ്ങളോട് എല്ലാവരോടും ഒരു അപേക്ഷയാണ്. ദയവ് ഇത് ആരുടെയെങ്കിലും പേര് പറയുമ്പോൾ അവരോട് വിളിച്ച് ചോദിക്കുക, ഈ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നു, സത്യസന്ധമായ വാർത്തയാണോ എന്ന് ചോദിക്കാനുള്ള ഒരു മര്യാദയെങ്കിലും നിങ്ങളെല്ലാവരും കാണിക്കണം എന്ന് എനിക്കൊരു അപേക്ഷയുണ്ട്. ഇനി തനിക്ക് നേരെ ഒരുത്തൻ മോശമായ രീതിയിൽ, തീർച്ചയായിട്ടും ഏത് തൊഴിലിടത്തിലാണ് ഇതില്ലാത്തത് ഒന്ന് പറയൂ. സർക്കാർ ഉദ്യോഗസ്ഥ തലത്തിൽ, മീഡിയയ്ക്കുള്ളിൽ, പിന്നെ ഹോസ്പിറ്റലിൽ, എവിടെയാണ് ഇതില്ലാത്തത്? എല്ലായിടത്തുമുണ്ട്. അവിടെ വെച്ച് പ്രതികരിക്കൂ, ഇറങ്ങിപ്പോകൂ എന്ന് പറയുന്നത് സ്ത്രീ വിരുദ്ധതയാണെങ്കിൽ ആ സ്ത്രീ വിരുദ്ധത ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവനും പറഞ്ഞുകൊണ്ടേയിരിക്കും. എനിക്ക് സ്ത്രീകൾ ശക്തരാകൂ എന്ന് പറയാൻ മാത്രമേ എനിക്കറിയുള്ളൂ. എനിക്ക് വിശന്നാൽ ഞാൻ ഭക്ഷണം കഴിക്കണം, എനിക്ക് വേദനിച്ചാൽ ഞാൻ കരയണം. അപ്പോൾ എനിക്കെതിരെ അത്തരത്തിലൊരു പ്രശ്നം വന്നാൽ ഞാൻ തന്നെയാണ് ചെറുത്ത് നിൽക്കേണ്ടത് എന്നാണ് ഞാൻ ഓരോ സ്ത്രീയോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. WCCയിലെ 2 ഫൗണ്ടർ മെമ്പർമാർക്കെതിരെ 2 ആരോപണമുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങളുടെ സ്ത്രീ കൂട്ടായ്മയ്ക്ക് എന്താ പറയാ? നിങ്ങളെല്ലാം നിങ്ങളുടെയൊക്കെ സൈറ്റിൽ കയറി നോക്കുമ്പോൾ ഇല്ല, എല്ലാം അങ്ങ് മുക്കി. അല്ല, അതിന് സ്വാധീനമുണ്ടോ ഇവരുടെ? എനിക്കറിയില്ല. അതെങ്ങനെയാണ് നമ്മുടെയൊക്കെ ഭാഗ്യലക്ഷ്മി അല്ലെങ്കിൽ ഈ കുട്ടികളുടെ പേരങ്ങോട്ട് അടിക്കുമ്പോൾ പടപടാന്ന് ന്യൂസ് വരുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ ആരോപണം ഇപ്പൊ വന്നിരിക്കുന്ന ആ 2 പേരുകളുടെ പേര് ഒന്ന് അടിച്ചു നോക്കൂ. നിങ്ങൾ തന്നെ സ്വയം ഒന്ന് അടിച്ചു നോക്കൂ. അഡ്രസ് ഇല്ല, അതിനെക്കുറിച്ച് ഒരു മാധ്യമത്തിലും. അപ്പൊ ആരെയാണ് നിങ്ങളെല്ലാവരും ഭയപ്പെടുന്നത്? എവിടെ പോയി ആ വാർത്ത? എവിടെ പോയി? നിങ്ങൾ ഈ മൊത്തത്തിൽ ഇങ്ങനെ ജനറലൈസ് ചെയ്ത് പറയില്ലേ? നേരത്തെ പറഞ്ഞു, ചേച്ചി തന്നെ പറഞ്ഞു, ഇവിടെ എല്ലാവരെയും അല്ല ചിലരെയാണ് ഉദ്ദേശിച്ചത്, ചേച്ചി തന്നെ പറഞ്ഞു. അപ്പൊ ഇപ്പോഴും പറയുന്നുണ്ട് എല്ലാ മാധ്യമങ്ങളിലും വാർത്ത വന്നില്ല, എവിടെയുണ്ടെന്ന് പറയും. എല്ലാത്തിലും അല്ല, വരാത്തവരുടെ പേര് വരാത്തവരും തന്നെ പറയണം. അല്ലാതെ എല്ലാവരെയും ചേച്ചി നേരത്തെ പറഞ്ഞോളൂ തന്നെ ആർക്കെതിരെയാണോ ചേച്ചി പറഞ്ഞത് അത് കൃത്യമായിട്ട് പറയണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുഭവിച്ച അതേ ബുദ്ധിമുട്ട് തന്നെ ഇവിടെ ഇരിക്കുന്നവരും പലരും അനുഭവിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരു ആവശ്യമില്ല. അത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി ആ പ്രശ്നം അവിടെ തീരുവല്ല. അത് ആരാണോ മറ്റുള്ളവർ തിരിച്ചറിയുകയും ചെയ്യും. ഞങ്ങൾ എന്തായാലും പരാതി കൊടുക്കുമ്പോൾ ആ പരാതി പുറത്തു വരുമല്ലോ. അതിൽ വളരെ വ്യക്തമായിട്ട് ആരൊക്കെയാണ് ഈ വാർത്തകൾ അന്ന് ടെലികാസ്റ്റ് ചെയ്തത് എന്ന് ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് ഞങ്ങൾ പറയും. അല്ല, ഇപ്പൊ പറഞ്ഞ ഇതുകൊണ്ട് ഇപ്പൊ പറഞ്ഞ ചില വാർത്തകൾ പിൻവലിച്ചു, അവരെ സ്വാധീനം വെച്ചു, ഇതെല്ലാവരും പ്രതികൂട്ടിലാക്കുന്ന രീതിക്ക് അതേ ഞാൻ ഇപ്പൊ അവിടെയും ചോദിച്ചത്. നമ്മള് ഗൂഗിളിൽ കയറി നോക്കുമ്പോ ഒരു മാധ്യമത്തിന്റെ പേരെഴുതിയല്ല നോക്കുന്നത്. നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ വാർത്തയെ കുറിച്ച് ഇന്ന് വന്നിരിക്കുന്ന ഒരു സ്കാൻഡൽ, ഇന്ന ആളുകളെ കുറിച്ച് വന്നിരിക്കുന്നു എന്ന് അടിക്കുമ്പോൾ അതില്ല, ഒന്നിലുമില്ല. അതാണ് ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്നത്.
ഒന്നിലില്ലാന്ന് ചേച്ചി ഒന്നിലില്ലാന്ന് പറയാം. വാർത്തകളല്ലോ ഒന്നിലില്ലാന്ന് ചേച്ചി പറയാം. ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. ഒന്നിലില്ലാന്ന് ചേച്ചി പറയാം. ഞാൻ നോക്കിയിട്ട് അത് പറയുന്നത് തെറ്റാണ്. ചിലത് ഒന്നിലില്ല എന്ന് പറയുന്നത് തെറ്റാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇനി എന്താ സാഹചര്യം കൊണ്ട് ചില മാധ്യമങ്ങൾ അത് പിൻവലിച്ചു, അങ്ങനെ വേണ്ടി പറയാം. ആയിരിക്കാം, അങ്ങനെ ആയിരിക്കാം അവരുടെ സ്വാധീനം കൊണ്ട്. അപ്പോ ഞങ്ങൾക്കൊന്നും സ്വാധീനമില്ലാത്തത് കൊണ്ടാണോ ഇത് ഇവിടെ കിടക്കുന്നത്? പാവങ്ങളായിട്ട് ബാക്കിയുള്ള കൂടെ നിൽക്കുന്നുണ്ട്. അപ്പൊ ആ പാവങ്ങളെ ഇങ്ങനെ എല്ലാം അങ്ങനെ ചവിട്ടി തേക്കാൻ ഞങ്ങള് താങ്ക് യു സോ മച്ച്. ഞാൻ ഇപ്പൊ തന്നെ നോക്കൂ, ഒരു വാക്ക് വിളിച്ചപ്പോ നിങ്ങൾ ഇത്ര പേരും വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഞങ്ങളെ സഹായിക്കാൻ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഞങ്ങൾ കുറച്ച് സ്ത്രീകൾ അടിസ്ഥാന വർഗ തൊഴിലാളികൾ ഒരു പത്രസമ്മേളനം നടത്തുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ അവഗണിക്കാം, അല്ലേ? നിങ്ങൾക്ക് വേണമെങ്കിൽ അവരോട് എന്ത് ചോദിക്കാൻ, അവിടെ ഗ്ലാമർ ഒന്നും ഇല്ല എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷെ നിങ്ങളെല്ലാവരും വന്നത് ഈ പറയുന്ന പോലെ തന്നെ ഇതിലും നല്ലവരായ മാധ്യമ സുഹൃത്തുക്കളുണ്ട്, മാധ്യമങ്ങളുണ്ട് എന്ന് ഉറച്ച വിശ്വാസമുള്ളത് കൊണ്ടാണ് ഓൺലൈൻ മാധ്യമങ്ങളും മുഖ്യധാര മാധ്യമങ്ങളും എല്ലാവരെയും വിളിച്ചത്. പക്ഷേ ആ വാർത്ത കൊടുത്തവർ ഇതിൻ്റെ ഉള്ളിലുണ്ടല്ലോ, അവർക്ക് മനസ്സിലാവുമല്ലോ ഞങ്ങളെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ആ മനസാക്ഷി കുത്തുമതി. ഈ WCC മെമ്പർമാർക്ക് ആരോപണം അന്വേഷിക്കണമെന്നുള്ള ആവശ്യമുണ്ട് നിങ്ങളുടെ ഭാഗത്ത്? 100%. എത്ര നാൾ ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഇതേ വിഷയം ഇവിടെ ചർച്ച ചെയ്തിരുന്നു, ഈ ഡ്രഗ്സ് മാഫിയയെ കുറിച്ച്, അല്ലേ? ആ കാര്യമാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. ആരാണ് അതിന്റെ പിന്നിൽ എന്ന രീതിയിൽ ഇപ്പൊ വന്നിരിക്കുന്നു. അത് ആരാണ് പറഞ്ഞത്? എല്ലാവർക്കും അറിയാവുന്ന ഒരു ഗായികയാണ് അത് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അതിനെക്കുറിച്ച് ഒരു അനക്കവുമില്ല. എന്തുകൊണ്ട്? അത് അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ്, വളരെ സീരിയസ് ആയിട്ട് അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ്. ലൈംഗിക ചൂഷണം നേരിടുന്നതിനേക്കാൾ ഗുരുതരം, ലൈംഗിക ചൂഷണം നേരിടുന്ന ഒരു വ്യക്തിക്ക് പോടാൻ ഇതിന്റെ സിനിമ വേണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകാം. ഇതൊരു തലമുറയാണ് അവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും അറിയുന്നുണ്ടോ അത്? അതെനിക്കറിയില്ല. അത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്. ഗായിക അവരുടെ മുഖം മറയ്ക്കാതെ അവർ വ്യക്തമായി അവർ പേര് പറഞ്ഞുകൊണ്ടാണ് അവർ വന്നിരിക്കുന്നത്. അവരൊരു ഊമക്കത്ത് പോലെയൊന്നും അല്ലല്ലോ അത് വിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അന്വേഷിക്കേണ്ട ഒരു വിഷയമല്ലേ രാധിക ശരത് കുമാർ പറഞ്ഞതും? ഇതെല്ലാം അന്വേഷിക്കേണ്ട വിഷയമാണ്. ഈ ഹേമ കമ്മിറ്റിയുടെ 4 പേര് മാത്രമാണ് മുഴുവൻ പോയത്. ഹേമ കമ്മിറ്റിയിൽ പോകുമ്പോൾ ചേച്ചിയുടെ പറയുന്നത് ഇവർക്ക് വേണ്ട ലൈംഗിക ചൂഷണം മാത്രം മതി. അപ്പൊ ഹേമ കമ്മിറ്റിയിലെ ഒരു വിശ്വാസത ഇല്ല എന്നാണ് പറയുന്നത്. ഉറപ്പായിട്ടും ഇല്ലെന്ന് തന്നെ ഞാൻ പറയും. എനിക്ക് ഹേമ കമ്മിറ്റിയുടെ ഞങ്ങൾക്ക് ആർക്കും ഇല്ല. ഇത്രയും നാളും ഉണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങൾക്ക് ആർക്കും ഒരു വിശ്വാസമില്ല. ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം നഷ്ടപ്പെട്ടു. മാഡം ഈ പറയുന്നത് ഞാൻ ചോദിക്കുന്നത് ആരൊക്കെ സംസാരിച്ചു? ചിലപ്പോൾ അതൊന്നുമല്ലാതെ പല വിഷയങ്ങൾ സംസാരിക്കാൻ താല്പര്യമുള്ള സ്ത്രീകളുണ്ട് ഇവിടെ. അവരോട് ചോദിച്ചില്ല. ഞാൻ പോയതല്ല, എന്നെ ജസ്റ്റിസ് ഹേമ വിളിച്ചതാണ്. എനിക്കറിയില്ല. ഞാൻ ചോദിക്കട്ടെ, അല്ലല്ല, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ഇരിക്കുന്നവർക്കൊന്നും ഹേമ കമ്മിറ്റി എവിടെയാണ് ഇരിക്കുന്നതെന്നോ എങ്ങോട്ടാണ് പോകേണ്ടതെന്നോ ആർക്കും അറിയില്ല. അവർ വിളിക്കുകയാണ്, ഓരോരുത്തരെ വ്യക്തിപരമായി അവർ വിളിക്കുകയാണ്. എന്നോട് പറഞ്ഞത് നിങ്ങളുടെ അഡ്രസ്സ് ഫോൺ നമ്പർ തന്നത് WCC ആണെന്ന് പറഞ്ഞു. എന്നെ വിളിച്ചു, ഞാൻ പോയി. ഫെഫ്ക സംഘടനയുടെ ജനറൽ സെക്രട്ടറിയെ വിളിച്ചു, പ്രൊഡ്യൂസേഴ്സിന്റെ ഭാഗത്തുനിന്ന് സുരേഷ് കുമാറിനെ വിളിച്ചു, മോഹൻലാലിനെ വിളിച്ചു, മമ്മൂട്ടിയെ വിളിച്ചു. ഇവർക്കൊന്നും പറയാനൊന്നുമില്ലേ? അവരെയും വിളിക്കണം. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? സംഘടനയെ അവർ അറിയിക്കണം. അതാത് സംഘടനയ്ക്ക് അവർ നോട്ടീസ് കൊടുക്കണം. ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് നിങ്ങളുടെ സംഘടനയിലെ സ്ത്രീകളെ വരാൻ പറയണം എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും അവിടെ ചെല്ലുമായിരുന്നല്ലോ. അങ്ങനെ ഒരു അറിയിപ്പ് ആർക്കും കിട്ടിയിട്ടില്ല, ഒരു സംഘടനയ്ക്കും കിട്ടിയിട്ടില്ല. മേഡം ഞങ്ങളെ വിളിച്ചാലല്ലേ ഞങ്ങൾ ചെല്ലാൻ പറ്റും. ഇതൊക്കെ അറിയില്ലല്ലോ. ഞങ്ങളെ വിളിച്ചിട്ടില്ല. നോക്കൂ, ഇവരെല്ലാം അതെങ്ങനെ നിങ്ങൾക്ക് അത് അത് തെറ്റാണെന്ന് എന്നോട് ജസ്റ്റിസ് ഹേമ എന്നെ വിളിച്ച് മസ്കറ്റ് ഹോട്ടലിലേക്ക് വരൂ
എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയതെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു. അങ്ങനെ ഓരോരുത്തരടുത്തും എവിടെയാണ് വരേണ്ടത് എന്നവർ വ്യക്തമായി വിളിച്ചിട്ടാണ് പോയത്. അങ്ങനെ ഓരോരുത്തരും ഞാൻ ചോദിക്കട്ടെ, ഒരു ഭാഗ്യലക്ഷ്മി അല്ലെങ്കിൽ മോഹൻലാൽ, മമ്മൂട്ടി മാതിരി തന്നെ ഇവരും സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ്. അവരാരും പത്രം കണ്ടിട്ടല്ലല്ലോ പോയത്, അവരെ ക്ഷണിച്ചിട്ടല്ലേ പോയത്. ഈ നടിമാരെയൊക്കെ ക്ഷണിച്ചിട്ടല്ലേ പോയത്. അതിനാണല്ലോ സംഘടന, അതാണ് പറയുന്നത്. സംഘടനയെ ഔദ്യോഗികമായി വിവരം അറിയിക്കാനുള്ള ഒരു ബാധ്യത അവർക്കുണ്ട്, അതവർ ചെയ്തില്ല. ആ റിപ്പോർട്ടിൽ തന്നെ പല കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, മറ്റേ ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നവർ ചെയ്തു, ഡാൻസേഴ്സിനെ കോർഡിനേറ്റ് ചെയ്യുന്നവരെ കോൺടാക്ട് ചെയ്തു. പക്ഷേ ഈ ഗ്രൂപ്പിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല, ആ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആവുകയായിരുന്നു ചെയ്തത് എന്ന് അവർ ഓൾറെഡി പറഞ്ഞ റിപ്പോർട്ടിലുണ്ട്. സിമ്പിളായിട്ട് ഞാൻ ചോദിക്കട്ടെ, ബി ഉണ്ണികൃഷ്ണനെ വിളിച്ചല്ലോ. ബി ഉണ്ണികൃഷ്ണൻ ഒരു നോട്ടീസ് കൊടുക്കാൻ, കയ്യിൽ കൊടുക്കാമല്ലോ. ആ റിപ്പോർട്ട് കൊടുക്കാൻ, മൊഴി കൊടുക്കാൻ പോയപ്പോൾ മിസ്റ്റർ ബി ഉണ്ണികൃഷ്ണൻ ഫെഫ്കയ്ക്ക് ഞങ്ങൾ ഇത് തരുന്നു, നിങ്ങളുടെ കീഴിലുള്ള എല്ലാ സംഘടനയ്ക്കും നിങ്ങൾ ഇത് കൈമാറണം എന്ന് പറഞ്ഞ് കൊടുക്കാമല്ലോ. അതവർ കൊടുത്തില്ലല്ലോ. സി, എന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എന്നെ വിളിച്ചു ഞാൻ പോയി സംസാരിക്കുക എന്നുള്ളതാണ്. നോ 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 നോ, ആ പറയുന്നതിനോട് ഞാൻ അവർക്ക് നിൽക്കൂ. ഞാൻ 18 പേരുടെ പേരും ഫോൺ നമ്പറും ഞാൻ ഹേമ കമ്മിറ്റിക്ക് കൊടുത്തു. 18 പേരുടെ, ആ 18 പേരോടും ഞാൻ വിളിച്ചു ചോദിച്ചു, നിങ്ങളെ വിളിച്ചോ? വിളിച്ചിട്ടില്ല. 18 പേരുടെ ഞാൻ വ്യക്തിപരമായി കൊടുത്തു. ആ കൊടുത്തതിൽ ഹെയർ ഡ്രസ്സേഴ്സിന്റെ ഉണ്ടായിരുന്നു, മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ ഉണ്ടായിരുന്നു, ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഉണ്ടായിരുന്നു. ഈ ഫെഫ്കയിലുള്ള സ്ത്രീകളുടെ തന്നെ 18 പേരുടെ, എനിക്കറിയാവുന്ന 18 പേരുടെ ഫോൺ നമ്പർ സഹിതം ഞാൻ കൊടുത്തു. അവരെ വിളിച്ചിട്ടില്ല. ഓക്കെ, എന്തായാലും ഞങ്ങൾക്ക് ഈ പെൺകുട്ടികളുടെ സങ്കടം പറയുക എന്നുള്ളതാണ് നിങ്ങളുടെ മുമ്പിലുള്ള പ്രധാനമായിട്ടും പറയാനുള്ള ഒരു വിഷയം. അതെ അതെ അതെ, എന്തോ പറയാനുണ്ട്, പറഞ്ഞു. അതായത് എൻ്റെ പേര് മിക്ക. അതിനാണ് ഞങ്ങൾ ഇപ്പം ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് എല്ലാ സംഘടനകളെയും പേഴ്സണലി അവരുടെ പ്രസിഡന്റിനെയും ജനറൽ സെക്രട്ടറിയും വിളിച്ച് ഓരോരുത്തരോടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാണ് ആദ്യം സ്ത്രീകളെ എല്ലാവരെയും വിളിച്ചു കൂട്ടി സംസാരിച്ചു. അവിടെ സ്ത്രീകൾ പറഞ്ഞ പല വിഷയങ്ങളെയും പ്രതിപാദിച്ചുകൊണ്ട് അതത് സംഘടന സെക്രട്ടറിയും പ്രസിഡന്റിനെയും വിളിച്ച് ഇപ്പോഴും മീറ്റിംഗ് ഇപ്പോൾ താഴെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ടാണ് ഞങ്ങളിത് മുഖ്യമന്ത്രിക്ക് കൈമാറാൻ ഉദ്ദേശിക്കുന്നത്. എന്താ പറയുക? എൻ്റെ പേര് മിക്ക, ചീഫ് മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഞാനൊരു 6ഓളം മീഡിയനെ ഞാൻ അഡ്രസ്സ് ചെയ്തിരുന്നു. ഇവിടെ ഇരിക്കുന്ന പലർക്കും എന്നെ അറിയാമെന്ന് വിചാരിക്കുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാർത്തകൾ എന്നെ വിഷമിപ്പിക്കുകയുണ്ടായി. കാരണം ഫെഫ്കയ്ക്കെതിരെ മേക്കപ്പ് ആർട്ടിസ്റ്റുമാർ എന്നുള്ളതാണ് അതിൽ കൊടുത്തിരുന്ന ഹെഡിങ്. ഈ സ്ത്രീയായിട്ട് മേക്കപ്പ് ആർട്ടിസ്റ്റുമാർ വളരെ കുറച്ചേ ഉള്ളൂ. ഞാനും അതിൽ ഉൾപ്പെട്ടു എന്ന് എനിക്ക് ബോധ്യമായി. അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ പലരെയും അഡ്രസ്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടുണ്ടായ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് ചെറുതല്ല. പിന്നെ ശ്രീ ഭാഗ്യലക്ഷ്മി ചേച്ചി പറഞ്ഞ പോലെ തന്നെ എല്ലാവരുടെയുമായ പ്രശ്നങ്ങളുണ്ടാകും. ഇപ്പം ഇതൊരു 9/6 എന്ന് പറഞ്ഞ ഒരു ഓഫീസ് ജോലിയല്ല. ഞാനിപ്പോൾ കഴിഞ്ഞ 15 വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുണ്ട്. എനിക്കെതിരെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ഞാൻ ഒറ്റയ്ക്ക് തന്നെ നേരിട്ടൊരു വ്യക്തി തന്നെയാണ് ഞാൻ. എനിക്ക് ഇതുപോലൊരു കൂട്ടായ്മയൊന്നും ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നില്ല. ഫെഫ്ക മെമ്പർ പോലും ആയിരുന്നില്ല ആദ്യ കാലഘട്ടങ്ങളിൽ. അപ്പം ഞാൻ അനുഭവിച്ച ഒരു യാത്ര വളരെ 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 വേദനാജനകമാണ്. പക്ഷേ ഒരു സെക്ഷൽ ഹരാസ്മെൻ്റ് ഉണ്ട് എന്നുള്ള രീതിയിൽ എനിക്ക് യാതൊരു ഇതുമില്ല. എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ വേറെ പല പ്രശ്നങ്ങളും ഞാൻ അഭിമുഖീകരിച്ചിട്ടുണ്ട്. മെൻ്റൽ ഹാരാസ്മെൻറ്റും എനിക്കുണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല.
പക്ഷേ ഈ ദിവസങ്ങളിൽ വന്ന വാർത്തയിൽ ഞാനും കൂടി ഉൾപ്പെട്ടു പോയി എന്നുള്ളതാണ്. മേക്കപ്പ് ആർട്ടിസ്റ്റുമാർ എന്നുള്ള രീതിയിൽ. അപ്പം അത് ഒരു വ്യക്തിയുടെ പേരാണെങ്കിൽ അത് ആ ഒരു വ്യക്തിയുടെ പേര് മാത്രം അത് മീഡിയ അഡ്രസ്സ് ചെയ്യണമായിരുന്നു. അത് ഞാനും കൂടി അതിൽ ഉൾപ്പെട്ടു എന്നുള്ളത് എനിക്ക് വളരെ വേദനാജനകമായ ഒരു അനുഭവം തന്നെയാണ്. പിന്നെ ഫിനാൻഷ്യലി പറയുമ്പോൾ എല്ലാവർക്കും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകും. ഒരു വർഷത്തിൽ ചിലപ്പോൾ നമ്മളൊരു സിനിമ ആയിരിക്കും ചെയ്യുന്നത്. പക്ഷേ എന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ എനിക്ക് എല്ലാ മാസം സിനിമ വേണമെന്നോ ഞാൻ പറയില്ല. അപ്പോൾ എനിക്കൊരു സിനിമ കിട്ടിയാൽ 4-5 പേർക്ക് എനിക്ക് തൊഴിൽ കൊടുക്കാൻ സാധിക്കും. നമ്മൾ അവരോട് വളരെ എന്താ പറയുക അത്രയും ഫ്രണ്ട്ലി ആയിട്ടും എൻ്റെ കൂടെ സ്ത്രീകൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു വ്യക്തി തന്നെയാണ് ഞാൻ. അപ്പോൾ ഇപ്പം വന്നിരിക്കുന്ന പല കാര്യങ്ങൾക്കും ഒരു കൃത്യമായൊരു, അതായത് കുറ്റവാളി ആയിക്കോട്ടെ നിരപരാധി ആയിക്കോട്ടെ എന്തു തന്നെ ആയിക്കോട്ടെ എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയിട്ട് തന്നെ മീഡിയ നിലകൊള്ളണമെന്നേ ഞാൻ പറയുന്നുള്ളൂ. കാരണം എന്തെങ്കിലും ഒരു ചെറിയ വാർത്ത കണ്ടാൽ അതിൻ്റെ വ്യക്തമായൊരു നിലപാട് നോക്കാതെ അത് മീഡിയയിൽ വരുന്നത് എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. നാഗലക്ഷ്മി മാം, ഇപ്പൊ റിപ്പോർട്ട് വന്നു, പലരുടെയും പേരുകൾ അതിനകത്ത് ഉണ്ടെന്ന് പറയുന്നത്. ഇത് കൃത്യമായി ഇത്ര വർഷങ്ങൾക്ക് ശേഷമാണ് റിപ്പോർട്ട് തന്നെ വരുന്നത്. ഇങ്ങനൊരു പേരുകൾ കൃത്യമായിട്ട് അതിന് കൃത്യമായി തെളിവുകളുണ്ടെങ്കിൽ അതിന് നിയമനങ്ങളിൽ ഉടനടി ആക്ഷൻ എടുക്കുകയല്ലേ വേണ്ടത്. ഇതിപ്പം കുറച്ച് കുറേ പേര് ബാധിക്കപ്പെടുന്നു എന്ന് പറയുന്ന പോലെ തന്നെ ഇൻഡസ്ട്രിയെ തന്നെ ബ്ലാക്ക് മാർക്കറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. പലരും മുന്നോട്ട് വരാൻ തന്നെ മടിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പേരുകൾ ഉണ്ടെങ്കിൽ കൃത്യമായി തെളിവുകളോട് ആക്ഷൻ എടുക്കുകയല്ലേ വേണ്ടത്. നിയമം എന്തെങ്കിലും ബാക്കൗട്ട് ചെയ്യുന്ന നിർവഹിക്കുന്നു. ഇപ്പോൾ ഗുരുതരമായി വന്നിരിക്കുന്നവർക്കെതിരെയും ഇനി ഈ പറയുന്ന മാതിരി ആ റിപ്പോർട്ടിൽ ജസ്റ്റിസ് ഹേമ എന്താണോ എഴുതിയിരിക്കുന്നത് അത് വളരെ സത്യസന്ധമായ വാർത്തയാണെങ്കിൽ തീർച്ചയായിട്ടും നടപടി എടുക്കേണ്ടത് തന്നെ. അത് നടപടി എടുക്കുക തന്നെ വേണം എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ. അത് റിപ്പോർട്ടിലെ പേരുകൾ മുഴുവനും പുറത്തു വന്നിട്ടില്ല. എന്നാലല്ലേ വന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. അത് പുറത്ത് വരും. ഇപ്പൊ കോടതി 9-ാം തീയതിയല്ലേ വിളിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും കോടതി അത് പുറത്ത് വിടും എന്നാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. എന്താ പറയുന്നത്? എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഒരു മിനിറ്റ് പൂർണ്ണതയില്ലാത്തത് കൊണ്ടാണ്. അത് പൂർണ്ണമല്ല, ആ റിപ്പോർട്ട് പൂർണ്ണമല്ല. കാരണം ഒരു വിഭാഗത്തെ മാത്രമാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അത് പൂർണ്ണമല്ലാത്തത് കൊണ്ട് വിശ്വാസമല്ല. ഇപ്പം അവിടെ അതിൽ കൊടുത്തിരിക്കുന്ന, ഞാൻ ചോദിക്കട്ടെ, ഇനിയിപ്പോൾ സിമ്പിളായിട്ടൊരു കാര്യം ചോദിക്കാം. ഈ ആരെങ്കിലും അത്തരത്തിൽ ഹേമ കമ്മിറ്റി മുമ്പാകെ ചൂഷണം നേരിട്ട് കഴിഞ്ഞു എന്നുള്ള ഗുരുതരമായ ആരോപണം അതിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ജസ്റ്റിസ് ഹേമ തന്നെ ഇമ്മീഡിയറ്റ് പോലീസിന് റിപ്പോർട്ട് ചെയ്യേണ്ടതാണത്. അതിപ്പോൾ പിന്നെ സർക്കാരിന് കൊടുക്കുമ്പോൾ പോലും സർക്കാരിനോട് പറയണം ഇതിൽ വളരെ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട്, ഇത് സർക്കാർ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിലും റിട്ടയർഡ് ജസ്റ്റിസ് എന്ന നിലയിൽ ഇത് റിപ്പോർട്ട് ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥയാണ് എന്ന് ജസ്റ്റിസ് ഹേമ പറയേണ്ടതായിരുന്നു. അതവർ പറഞ്ഞിട്ടില്ല. എന്താ പറയുക, അതവർ പെൺകുട്ടികൾ സ്ത്രീകൾ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് ജസ്റ്റിസ് ഹേമ പറയുന്നു. അവർ ഞങ്ങളുടെ പേര് പുറത്ത് വിടരുത്, ഞങ്ങൾക്ക് ഭയമാണെന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ പേര് പുറത്ത് വരുമെന്ന് എനിക്ക് വലിയ വിശ്വാസം. അല്ല, അത് അവരോട് അത് ഞാൻ ചോദിക്കട്ടെ. ഇപ്പം നിങ്ങൾ മീഡിയയിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്താ പറയുന്നത്? അത് പേര് പറഞ്ഞില്ലെങ്കിൽ പോലും അത് സ്വമേധയാ പോലീസിന് കേസെടുക്കാം എന്ന് പറയുന്നുണ്ടല്ലോ. ആ രീതിക്ക് അത് പോകാമല്ലോ. അവർ പറഞ്ഞാലും പറഞ്ഞില്ലേലും ഇവിടെ ഒരു ക്രൈം നടന്നല്ലോ. ഒരു ക്രൈം നടന്നിട്ട് അത് കാണാത്ത മാതിരി ഇരിക്കുക എന്ന് പറയുന്നത് ഒരു കുറ്റമല്ലേ എന്നാണ് എൻ്റെ ചോദ്യം. പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊഴിൽ നിഷേധമാണ് ഒരു കാരണം പറഞ്ഞിരിക്കുന്നത്. സത്യത്തിൽ ഞങ്ങളെക്കാളും കൂടുതൽ തൊഴിൽ ചെയ്തിരുന്ന അവരാണ്. ഞങ്ങളൊക്കെ വളരെ കുറച്ച് പടങ്ങളെ ചെയ്തിട്ടുള്ളൂ. അതിൽ കൂടുതൽ പടങ്ങൾ അവരാണ് ചെയ്തേക്കുന്നത്. ഈ പറഞ്ഞ വ്യക്തികളാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ യൂണിയൻ റെക്കോർഡുണ്ട്, അത് പരിശോധിച്ചാൽ മനസ്സിലാവും അവരെത്ര പടങ്ങൾ ചെയ്തു, ഞങ്ങൾ എത്ര പടങ്ങൾ വർക്ക് ചെയ്തു എന്നുള്ളത്. ഏറ്റവും വലിയ കള്ളമാണ് അത് തന്നെ. തൊഴിൽ നിഷേധമാണ് അവർ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന കാര്യം. ഈ മീഡിയയിലെ മുഖം മറച്ച് പേര് വെളിപ്പെടുത്താതെ ഈ വന്ന് പറഞ്ഞ സഹോദരിമാര് മേക്കപ്പ് ആർട്ടിസ്റ്റുകളെന്നും പറഞ്ഞാണ് വന്ന് പറഞ്ഞേക്കണം. ഞങ്ങളുടെ സംഘടനയിൽ ആകെ 2 വനിതാ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്ക് കാർഡ് കൊടുത്തിട്ടുള്ളൂ. ഒന്ന് മിറ്റയ്ക്കും ഒന്ന് മനീഷയ്ക്കും. പിന്നെ ഈ ഏത് മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ഈ മീഡിയക്ക് മുമ്പിലോന്ന് പറഞ്ഞത്? നിങ്ങളും ഇപ്പൊ നിലവില് അവർ ഇവർ എന്നൊക്കെ പറയുന്നത്. ഈ സിംഗർ സുജി പറഞ്ഞ വെളിപ്പെടുത്തല് ആഷിഖ് കപൂർ റീമ എന്ന പേരിന് പകരം നിങ്ങൾ അവർ ഇവർ എന്ന് പറയുന്നത്. അപ്പം
നിങ്ങൾ കാണിക്കാത്ത ഒരു ധൈര്യം തന്നെയല്ല അവരും കാണിക്കാത്തതെന്നാണ് അല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ രോഹിണി എന്ന പെൺകുട്ടി ഈ രണ്ടുപേരുടെ ഇപ്പൊ പറഞ്ഞപ്പോ അതാ വീണ്ടും രോഹിണി പറയും. രോഹിണി ഇവരൊരു സിനിമ ചെയ്തു, രോഹിണി 5 സിനിമ ചെയ്തു. അല്ല ഇപ്പൊ നേരത്തെ പറഞ്ഞ ഈ സുജിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് അല്ല ഞങ്ങൾ വ്യക്തമായിട്ട് തന്നെ പറയാം. റീമേന്റിനെതിരെ പിന്നെ എലിസബത്ത് എന്ന വ്യക്തിയാണ് ഞങ്ങൾ പറഞ്ഞുതരാം. എലിസബത്ത് എന്ന വ്യക്തിയാണ് ഈ ലൈംഗികതയുടെ കാര്യം, അതായത് മറ്റുള്ള മേക്കന്മാരെ കൂടി കിടന്നാലേ വർക്ക് കിട്ടൂ എന്ന് പറഞ്ഞ വ്യക്തി. ഫസ്റ്റ് വീഡിയോ ഇറങ്ങിയത് എലിസബത്ത് എന്ന് പറഞ്ഞ വ്യക്തി പറഞ്ഞതാ. ഞങ്ങൾ വീഡിയോ തമ്മിൽ പേര് വെളിപ്പെടുത്തണ്ട എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ പറയാതിരുന്നത്. ഇനിയിപ്പോ നിങ്ങൾക്ക് അങ്ങനെ വെളിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വെളിപ്പെടുത്താം. ഞങ്ങൾക്ക് ആൾക്കാരെയൊക്കെ അറിയാം. ഞങ്ങളവരോട് പ്രത്യേകം ചോദിച്ചാൽ പോലീസ് കംപ്ലൈന്റ് ചെയ്യണോ രോഹിണിയോട്? അപ്പൊ വേണ്ട, നമുക്ക് വെച്ച് തീർക്കാമെന്ന് പറഞ്ഞ പ്രശ്നങ്ങളാണ് ഇവര് രണ്ടാമത് എടുത്തിട്ടേക്കുന്നത്. ഈ രോഹിന്റെ ഹസ്ബൻഡ് ഈ ഫിലിം ഇൻഡസ്ട്രി തന്നെ വർക്ക് ചെയ്യുന്ന ആളാണ്. പുള്ളിയും കൂടി വന്നിട്ടാണ് അന്ന് ഒപ്പിട്ട് വന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അയാളുടെ തൊഴിൽ ഞങ്ങൾ നിഷേധിക്കണ്ടേ? എലിസബത്ത് എന്ന് പറഞ്ഞ പെണ്ണിനൊക്കെ കാർഡില്ല, ഇപ്പൊ വർക്ക് ചെയ്യുന്ന അവർക്ക് കാർഡില്ല. പിന്നെ എന്തിനാണ് അവരിങ്ങനെ കാർഡുള്ള ഇത്രയും അധികം ആൾക്കാർ ഫുൾ പേയ്മെന്റ് അടച്ചിട്ടിരിക്കുന്നത്? ഞങ്ങൾക്ക് ആർക്കും വർക്ക് വേണ്ടേ? ഇവർക്ക് വർക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാം മോശം പോയിട്ടുണ്ടെങ്കിൽ ഇതിനു മുന്നേ വർക്ക് ചെയ്ത സമയത്ത് ഈ ലേഡി അങ്ങനെയാണോ പോയിരുന്നത്? ഇതൊക്കെ നിങ്ങൾ പുറത്ത് വിടുമ്പോൾ ഞങ്ങൾ ഇപ്പൊ 56 ലേഡീസ് വർക്ക് ചെയ്യുന്നുണ്ട് ഫെഫ്കയില്, ഈ ഹെയർ സ്റ്റൈലിസ്റ്റില്. ഈ 56-ൽ 38 ആള് ആക്റ്റീവ് മെമ്പേഴ്സാ. ബാക്കി എല്ലാവരും ഇവരെല്ലാവരുടെയും ഫാമിലീനെയാണ് നിങ്ങൾ ഇതാക്കിയേക്കണം. കാരണം ഞങ്ങൾ തന്നെ ഒരാളല്ല, എനിക്കൊരു ഫാമിലി ഉണ്ട്, 2 പിള്ളേരുണ്ട്, അതിലെല്ലാവർക്കും ഉണ്ട്. ഞങ്ങളുടെ പിള്ളേർക്കോ ഫാമിലിക്കോ പുറത്ത് ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഈ മീഡിയ വന്ന മീഡിയകൾ മാത്രം, ഞാൻ എല്ലാവരും പറയുന്നില്ല, വന്ന മീഡിയ ചെയ്തേക്കുന്നത്. ഇതിന് നിങ്ങൾ ഞങ്ങൾക്ക് എന്ത് മറുപടിയാണ് തരാമെന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷെ ഇത് നിങ്ങൾ തന്നെ തീരുമാനം ഉണ്ടാക്കണം. കാരണം ഞങ്ങൾ ആരും അങ്ങനെ വന്നില്ല. ഞങ്ങളെല്ലാം പഠിച്ച് അവർ പറയുന്ന പൈസ കൊടുത്ത് ഇന്റർവ്യൂ പാസ്സായിട്ടാണ് ഫെഫ്ക എന്ന ഇതിലേക്ക് ഞങ്ങൾ വന്നേക്കുന്നത്. ഞങ്ങൾ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഫെഫ്കയിൽ നിൽക്കുക. അല്ലെങ്കിൽ സിനിമയിൽ വർക്ക് ചെയ്യണേ ഒരു ആർട്ടിസ്റ്റിനെ അവരെ ഇഷ്ടമില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് അവരെ വയ്ക്കാൻ പറ്റില്ല. അത് മനസ്സിലാക്കാം. അവർ പല പ്രശ്നങ്ങളും സെറ്റിൽ ഉണ്ടാക്കിയിട്ട് അവരെ പുറത്താക്കിയിട്ടില്ല. അത് ഒത്തിരി തെളിവുകളുണ്ട്. നിങ്ങൾ ഫിലിമിൽ വർക്ക് ചെയ്യുന്ന എത്ര ആളുകളടുത്ത് വേണമെങ്കിൽ ചോദിച്ചു നോക്കും. കാരണം അവർ വർക്ക് ചെയ്ത ഫിലിമിൽ, അതായത് ടീമിൽ അവർ പ്രശ്നങ്ങൾ നിർബന്ധമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, അവരെ പുറത്താക്കിയിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കാത്തല്ല. അവരാണ് കൂടുതൽ അങ്ങോട്ട് ചെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അത് നമ്മൾ പ്രശ്നങ്ങൾ മൊത്തമായിട്ട് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ കേസായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഈ മീഡിയക്കാർ അവരുടെ ഭാഗം മാത്രം കേട്ട് അത് പുറത്ത് വിട്ടപ്പോൾ ഞങ്ങളെപ്പോലുള്ള ഇത്രയും പെമ്പിള്ളേർ നിങ്ങൾ എന്ത് ഇതാക്കും? ഞങ്ങൾ ആക്റ്റീവ് മെമ്പേഴ്സ് 38 പേരാണ് ആക്റ്റീവ് മെമ്പേഴ്സായിട്ടുള്ളത്. അപ്പോൾ ഈ ഇത്രയും പേർക്കും ഈ മേക്കപ്പാൻ്റെ കീഴിൽ കിടന്നു കൊടുത്തിട്ടാണ് വർക്ക് നേടുന്നതെന്ന് പറയുന്നത് വളരെ അപമാനമായിട്ടുള്ളൊരു കാര്യമാണ്. ഞങ്ങൾക്ക് കുടുംബത്തിൽ കയറാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. വളരെ മോശമായിട്ടൊരു പറഞ്ഞൊരു കാര്യം അതായത് ആ സമയത്ത് പ്രതികരിക്കാൻ പറ്റാത്ത അത്രയും ബോൾഡ് അല്ലാത്ത സ്ത്രീകൾ പിന്നീട് അത് പ്രതികരിക്കേണ്ടതാണ് പറയുന്നത്. അല്ലെങ്കിൽ അവർ ആ മീറ്റു ആ സമയത്ത് അവർക്കുണ്ടായ ഒരു ചൂഷണം അത് പിന്നീട് ഒരു സമയത്ത് അവർ ഒരിക്കലും സംസാരിക്കുന്നത് പ്രതികരിക്കുന്നതാണ്. അങ്ങനെയല്ല, ജീവിതത്തിൽ ഈ പറയുന്ന മാതിരി നമുക്ക് അത്തരം സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാകും തീർച്ചയായിട്ടും. പക്ഷേ അത് ആരും പുറം ലോകത്തെ ഒന്നും അറിയിക്കാതെ പോലീസ് സ്റ്റേഷനിൽ പോകാം എന്നേ നമ്മൾ, അല്ലാതെ സംഘടനയെ അറിയിക്കണമെന്നോ മാധ്യമത്തെ അറിയും. നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോകൂ. നിങ്ങൾക്ക് ചെറുത്ത് നിൽക്കാനുള്ള ധൈര്യം നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ നിയമ നടപടിയുമായിട്ട് മുൻപോട്ട് പോകൂ. ഇപ്പം അതൊന്നും ചെയ്യാതിരിക്കുമ്പോൾ അവർക്ക് എവിടെയാണ് നീതി കിട്ടുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പക്ഷെ അത് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് നമുക്ക് തുറന്ന് സംസാരിക്കാനുള്ള അവകാശമുണ്ട്. ആ ഒരു സമയത്താണെങ്കിൽ ഒരു മാനനഷ്ടം ഉണ്ടായിരിക്കും അവർ പോലീസ് സ്റ്റേഷനിൽ പോകാത്തത്. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ അത് അവർ പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് അവർ ശരി പുറത്ത് പറഞ്ഞു കേൾക്കണ്ടേ? നമ്മളത് കേൾക്കണം എന്നുള്ളൊരു മര്യാദയുണ്ട്. ശരി, ഈ കേട്ടിട്ട് നിങ്ങൾക്ക് അവരെയും കൊണ്ട് ഇത് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കേണ്ട വിഷയമാണെന്ന് പറയണ്ടേ? അതല്ലേ നമ്മൾ എങ്കിലല്ലേ ഇതിനകത്തൊരു ഭയം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകരുത് എങ്കിൽ നമ്മൾ നിയമ നടപടിയായിട്ട് പോകുമ്പോഴല്ലേ ആ ഭയം ഉണ്ടാകുന്നത്. ആ ഭയം ഉണ്ടാക്കാനാണ് നമ്മൾ പറഞ്ഞുകൊണ്ടത്. ഇന്നലെ നിങ്ങൾക്ക് ധൈര്യമില്ലായിരിക്കാം, പക്ഷെ ഇന്ന് നിങ്ങൾക്ക് ധൈര്യമില്ലേ? നാളെയും ഇല്ലേ? മറ്റന്നാളും ഇല്ലേ? എന്ന് പറയുമ്പോൾ ഇത് ജീവിതകാലം മുഴുവനും ഇത് മൂടി വെക്കും തോറും ഇത് മാധ്യമത്തിൽ പറഞ്ഞത് കൊണ്ട് മാത്രമായില്ല. നടപടിയുമായി മുമ്പോട്ട് പോകണം. ഇതിൻ്റെ അങ്ങേയറ്റം വരെ നടപടിയുമായി മുൻപോട്ട് പോകാനുള്ള ധൈര്യം സ്ത്രീകൾ കാണിക്കണം.
ആര് പറഞ്ഞു? നിങ്ങളോട് ആര് പറഞ്ഞു ചർച്ച നടത്തിയിട്ടില്ല? എല്ലാം ചർച്ച ചെയ്ത് തീരുമാനം എടുക്കുന്ന കാര്യങ്ങളാണ്. അതിപ്പോ ബി ഉണ്ണികൃഷ്ണൻ അങ്ങനെയല്ലേ പറയാൻ പറ്റൂ? ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിക്ക് അത് സംസാരിക്കണമെങ്കിൽ കൺസേൺഡ് പേഴ്സണോട് ചോദിക്കണം. അതെ അങ്ങനെയാണെങ്കിൽ തന്നെയും ആ പെൺകുട്ടി അത് വില്ലിങ് ആവണ്ടേ? എനിക്ക് പറയാൻ പേടിയാണ്, ഞാൻ വരില്ല. ഏത് വിഷയമാണെങ്കിലും ഞാൻ ചോദിക്കട്ടെ, എൻ്റെ മുമ്പിൽ ഒരാൾ വന്ന് ഒരു കാര്യം പറഞ്ഞാൽ, കുട്ടി ഞാൻ ഇത് പരാതിപ്പെടാൻ പോവുകയാണെന്ന് പറയുമ്പോൾ എനിക്ക് അവരുടെ പെർമിഷൻ വേണ്ടേ? എനിക്ക് അവരുടെ പെർമിഷൻ ഇല്ലാതെ പറയാൻ പറ്റുമോ എന്നാണ് എൻ്റെ ചോദ്യം. അത് തന്നെയാണ് ഇപ്പൊ ഹേമ കമ്മിറ്റി എന്താ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ മുമ്പിൽ ഒരു ഊരും പേരും അറിയാത്ത ഒരു പെണ്ണിന് വേണ്ടി വന്നിരുന്ന ഒരാളാണ് ഞാൻ. നിങ്ങളാരും മറന്നിട്ടില്ലല്ലോ അത്. എത്ര വർഷങ്ങൾക്ക് മുൻപ് ആണല്ലോ. അവരാരാണെന്ന് എനിക്കറിയില്ല. എന്നോട് വന്ന സങ്കടം പറഞ്ഞ ഒരു അതെ എന്നോട് വന്ന് പറഞ്ഞിട്ടുള്ളവരോടെല്ലാം ഞാൻ പറയാറുണ്ട്, ഇത് തീർച്ചയായിട്ടും ഇത് അറിയിക്കേണ്ട ഒരു കാര്യമാണ്. മാഡം വേണമെങ്കിൽ അറിയിച്ചോളൂ, പക്ഷെ ഞാൻ വരില്ല. ഇനി ഏത് കോടതി പോയാലും ഞാൻ വരില്ല എന്ന് പറയുന്ന സ്ത്രീകളുണ്ട് ഇവിടെ. ആര് പറഞ്ഞു? അതിപ്പോ രജനീകാന്തും പറഞ്ഞു. പുള്ളി അറിഞ്ഞിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. അതെ അവരൊക്കെ അവരെന്ത് പറയുന്നു എന്നുള്ളതൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളുടെ സങ്കടം പറഞ്ഞു. പല സെറ്റുകളിൽ നടക്കുന്ന കാര്യങ്ങളും പറഞ്ഞു. പുതുതായിട്ട് പോലീസ് കമ്മീഷൻ അതിന് വേണ്ടി രൂപീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇനി നടക്കുന്നതായാലും ഇനി നടന്നുകൊണ്ടിരിക്കുന്നതാണെങ്കിലും നിങ്ങൾക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ അവിടെ പോയി കംപ്ലൈന്റ് ചെയ്യാൻ അതിന് വേണ്ട നിയമ നടപടികൾ എടുക്കാൻ ശ്രമിക്കാവുന്നതാണ്. ഇതുപോലും ചെയ്യാൻ പറ്റും. അതിനങ്ങനെ ചെയ്യാൻ തീർച്ചയായിട്ടും ചെയ്യും. അതൊക്കെ ചെയ്യും. ഇനി മുതൽ അങ്ങനെ തന്നെയായിരിക്കും. ഇപ്പൊ എല്ലാവർക്കും ഒരു അവയർനെസ് വന്നിട്ടുണ്ട്. ഇതെങ്ങനെയാണ് നേരിടേണ്ടതെന്ന് സ്ത്രീകളെല്ലാവരോടും നമ്മളിങ്ങനെ പറഞ്ഞു ഒരു അവയർനെസ് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇത്ര കാലം ഉണ്ടായിരുന്നത് മാതിരി ആയിരിക്കില്ല ഇനിയുള്ള സ്ത്രീകളുടെ മുൻപോട്ടുള്ള പോക്ക് എന്ന് ഞങ്ങൾക്ക് ഈ 2 ദിവസം നടന്ന മീറ്റിംഗിൽ നിന്ന് മനസ്സിലായി. അസോസിയേഷനിൽ നിന്ന് ഇത്ര കൂട്ടരാജ്യം ഉണ്ടായി, ഇത്ര കാര്യങ്ങൾ ഇനിയൊരു രൂപീകരണം ഉണ്ടാകുമ്പോൾ പുതിയ കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ കഴിഞ്ഞ തവണ തന്നെ അത് പരാതിപ്പെട്ട ഒരു യുവതി അതിന് യാതൊരു നടപടി ഉണ്ടായില്ല എന്നൊക്കെ കണ്ടായിരുന്നു. ഇനിയൊരു രൂപീകരണം ഉണ്ടാകുമ്പോൾ WCC അംഗം അതിനകത്ത് ഉണ്ടാകുമോ? അമ്മയുടെ കാര്യം എനിക്കെങ്ങനെ അല്ല, അങ്ങനെ ഒരു രൂപീകരണം ഉണ്ടാകുമ്പോൾ WCC മെമ്പർ അതിലത് മെമ്പറായിട്ടുണ്ടാകും. അഥവാ അമ്മ പറഞ്ഞ കംപ്ലൈൻസ് എടുക്കുന്നില്ല, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് അന്വേഷണം നടത്തുന്നില്ല. അതൊന്നും ഞങ്ങൾക്ക് ഞങ്ങളുടെ സങ്കടങ്ങൾ പറയാവുന്നതാണ്. അല്ലാണ്ട് സംഘടന അതൊന്നും പറയാം. ഞാൻ വ്യക്തിപരമായി ഇന്റർവ്യൂ തരുമ്പോൾ അതിനെല്ലാം തരാം. ഞാൻ വ്യക്തിപരമായി ഒറ്റയ്ക്കിരുന്ന് നമുക്ക് കട്ടക്ക് നമുക്ക് ഇത് പറയാം. അപ്പം ഞാൻ എന്തെങ്കിലും ഒരു ഇന്റർവ്യൂ ഇറങ്ങിയ മാതിരി കട്ടക്ക് ഞാൻ പറയാം, പലതും പറയാം. ഇപ്പൊ തൽക്കാലം ഇവരുടെ സങ്കടത്തിനോടൊപ്പമാണ്. താങ്ക് യു.